ഹായ് ഹലോ. എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലെ 4ാമത്തെ ഒരു യൂണിറ്റ് ഉണ്ട്, ഇന്റലിജൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. അപ്പം ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റ് പഠിക്കുന്നതോട് കൂടിയിട്ട് ആരൊക്കെയാണ് ഇന്റലിജന്റ് പേഴ്സൺസ്, ആർക്കൊക്കെയാണ് ക്രിയേറ്റിവിറ്റി ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. സോ ലെറ്റ് മീ വെൽക്കം യു ടു ദ യൂണിറ്റ്. PPT റെഡിയാണ്. യു ക്യാൻ സീ ദ PPT. And you are welcome to the session. It is the 4th unit, intelligence and creativity. നമ്മൾ ഒരുപാട് കേട്ട 2 ടേംസ് ആണ് ഇന്റലിജൻസും ക്രിയേറ്റിവിറ്റിയും. അതിനെ എങ്ങനെ സയന്റിഫിക് ആയിട്ട് അതിലെങ്ങനെ എങ്ങനെ മെഷർ ചെയ്യണം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ യൂണിറ്റിലൂടെ പരിചയപ്പെടും. റൈറ്റ്, ഇപ്പൊ സ്ക്രീന് കാണുന്നുണ്ടല്ലോ? ഓക്കെ, താങ്ക് യു. സോ ഏതൊരു കോണ്ടന്റും അല്ലെങ്കിൽ ഏതൊരു മേഖലയും ഏതൊരു ടോപ്പിക്കും നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ സിലബസിൽ ഉണ്ടാവുക അതിന്റെ മീനിങ്, അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ ടൈപ്സ്, അതിന്റെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻ, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, ഈ ഒരു മേഖലകളാണ് ഏതൊരു ടോപ്പിക് ആണെങ്കിലും നമുക്ക് പഠിക്കാനുണ്ടാവുക. സോ ആസ് യൂഷ്വൽ സ്ക്രീനിൽ കാണുന്നില്ല എന്നാ പറഞ്ഞത്. കാണുന്നില്ല? ഇല്ല സർ. ഓക്കെ, a second. ഒറ്റ സെക്കൻഡ്, പ്രസന്റ് ചെയ്തിട്ടില്ലേ നോക്കട്ടെ. What about now? It's clear. Hello sir. ഓക്കെ, ഒരു വെൽക്കം ബോർഡ് ഒരാണിൽ ഇങ്ങനെ തൂക്കിയിട്ട് കാണില്ലേ? അത്ര കണ്ടാൽ മതി. ഇന്റലിജൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. ഓക്കെ, ഇറ്റ് ഇസ് എ 4th യൂണിറ്റ്. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ എന്ത് പഠിക്കുകയാണെങ്കിലും അതിന്റെ മീനിങ്, ഡെഫിനിഷൻ, ടൈപ്സ് അല്ലെ, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ മീനിങ് ഓഫ് ഇന്റലിജൻസ് ആണ് ആദ്യം. ഇവിടെ നമ്മൾ ഇനി ഡെഫിനിഷൻ പഠിക്കും. ആ ഡെഫിനിഷന് മുമ്പ് ഒരു ഇൻട്രോ കൊടുക്കുകയാണ്. മീനിങ്ങിന്റെ ഭാഗമായിട്ട് ഇൻട്രോ കൊടുക്കുന്നത് വെച്ചാൽ all the definitions can be classified under 3 groups. ഇന്റലിജൻസിനെ ആര് ഡിഫൈൻ ചെയ്യുകയാണെങ്കിലും അതൊക്കെ ഈ ഒരു 3 കാറ്റഗറിക്കുള്ളിൽ വരണം എന്നാണ് പറയുന്നത്. ഒന്ന്, എബിലിറ്റി ഫോർ അഡ്ജസ്റ്റ്മെന്റ് ഓർ അഡാപ്റ്റേഷൻ. 2, എബിലിറ്റി ടു ലേൺ. 3, എബിലിറ്റി ടു ക്യാരി ഓൺ അബ്സ്ട്രാക്ട് തിങ്കിങ്. അപ്പം ഏതൊരു ഇന്റലിജന്റ് പേഴ്സണെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഇന്റലിജൻസിനെ ആര് ഡിഫൈൻ ചെയ്യുകയാണെങ്കിലും അതൊക്കെ അഡ്ജസ്റ്റ്മെന്റിനും അഡാപ്റ്റേഷനും പറ്റുന്ന എബിലിറ്റീസുമായി ബന്ധപ്പെട്ടായിരിക്കും. 1. 2, പഠനവുമായി ബന്ധപ്പെട്ട മേഖലകളായിരിക്കും. 3, അബ്സ്ട്രാക്ട് തിങ്കിങ് അഥവാ നമ്മൾ ഈ ലേണിങ്ങിനൊക്കെ അപ്പുറത്ത് കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയി അല്ലെങ്കിൽ കുറച്ചുകൂടി ഈ ഒരു സൈനിങ് വിഷ്വൽ തിങ്കിങ്ങിലേക്കും ഒക്കെ പോകാൻ കഴിയുന്ന കുറച്ചുകൂടി ഒരു ഉയർന്ന ചിന്താഗതി, അതിനെ കുറിച്ചൊക്കെ ആയിരിക്കും ഇന്റലിജൻസിന്റെ മീനിങ്ങുകൾ കടന്നു പോവുക എന്നുള്ളതാണ്. അപ്പം മീനിങ്ങിനെ കുറിച്ച് അധികം ഒന്നും പറയണില്ല, നേരെ ഡെഫിനിഷൻസ് ആണ്. So 3 definitions are given here. സ്റ്റഡാർഡിന്റെ ഒരു ഡെഫിനിഷൻ, ഇത് പിന്നെ വെഷ്ലറും ആൽഫ്രഡ് ബിനെറ്റും ഒക്കെ ഫേമസ് ആണ് കേട്ടോ. സോ അവരുടെ ഡെഫിനിഷൻസ് ഒന്നുകൂടി ഫോക്കസ് ചെയ്യുന്നത് നന്നാവും. സോ സ്റ്റഡാർഡിന്റെ ഡെഫിനിഷനിൽ പറയുന്നത് എബിലിറ്റി ടു സ്റ്റാർട്ട് ആൻഡ് സസ്റ്റെയിൻ ഇൻ സ്പൈറ്റ് ഓഫ് ഇമോഷണൽ ഇന്റർഫിയറൻസ് ആക്ടിവിറ്റീസ് ദാറ്റ് ആർ ഡിഫിക്കൽട്ട്, നോവൽ ആൻഡ് യൂസ്ഫുൾ ഇൻ എൻ എക്കണോമിക്കൽ മാനർ. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു പുതിയ കാര്യം തുടങ്ങാൻ, അത് നിലനിർത്താൻ, സോ നമ്മൾ എന്താ ഡിഫൈൻ ചെയ്യുന്നത്? ഇന്റലിജൻസ് ആണ് കേട്ടോ. ശ്രദ്ധിക്കുക, ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾ ഈ ഒരു ഡെഫിനിഷൻസ് കേൾക്കുമ്പോൾ ഡു യു ഹാവ് ഇന്റലിജൻസ്, ഒരു ആർ യു ആർ ഇന്റലിജന്റ് പേഴ്സൺ എന്നുള്ളത് ഒരു സെൽഫ് അസസ്മെന്റ് നടത്തുന്നത് നല്ലതാണ്. ഓക്കെ, സോ എബിലിറ്റി ടു സ്റ്റാർട്ട്, എന്താണെങ്കിലും തുടങ്ങി വെക്കുക, സസ്റ്റെയിൻ ചെയ്യുക, അത് നിലനിർത്തി കൊണ്ടുപോവുക. ഏതൊരു ഇമോഷണൽ ഇന്റർഫിയറൻസ് വന്നാലും, എന്തൊരു ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി ഒക്കെ ഉണ്ടെങ്കിലും ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഇവന്റ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം എന്താ പറയാ, ഒരു ആക്ടിവിറ്റി അത് സ്റ്റാർട്ട് ചെയ്യുക, സസ്റ്റെയിൻ ചെയ്യുക. ദെൻ ആക്ടിവിറ്റീസ് ദാറ്റ് ആർ ഡിഫിക്കൽട്ട്, അത് എന്തായിരിക്കും എന്നറിയോ? കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും അത് തുടങ്ങി വെക്കാൻ, അത് ചെയ്യാൻ. ആൻഡ് നോവൽ, കുറച്ചൊരു പുതുമ ഉണ്ടാവും അല്ലെങ്കിൽ അതിലൊരു വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഒരു ലെങ്ത് ഉണ്ടാവും. ആൻഡ് യൂസ്ഫുൾ, അത് എന്തുണ്ടാകും? നമുക്ക് ഉപകാരമുള്ളതുമായിരിക്കും ഇൻ ആൻ എക്കണോമിക്കൽ മാനർ. അപ്പം നമുക്കൊരു യൂസ്ഫുൾ ആകുന്നതും
കുറച്ച് പുതുമയുള്ള നോവലാകുന്നതും ആൻഡ് ഡിഫിക്കൽട്ട് ആകുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ തുടങ്ങാനും സസ്റ്റെയിൻ ചെയ്യാനുമുള്ള നമ്മുടെ കഴിവിനെയാണ് ഇന്റലിജൻസ് എന്ന് പറയുന്നത് എന്നാണ് ഒരു ഡെഫിനേഷൻ. വെഷ്ലർ പറയുന്നത് ഇന്റലിജൻസ് ഈസ് ദ അഗ്രിഗേറ്റ് ഓർ ഗ്ലോബൽ കപ്പാസിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ ടു ആക്ട് പർപ്പസ്ഫുള്ളി, ടു തിങ്ക് റാഷണലി ആൻഡ് ടു ഡീൽ ഇഫക്റ്റീവ്ലി വിത്ത് എൻവയോൺമെന്റ്. വെഷ്ലറുടെ ഈ ഒരു ഡെഫിനിഷൻ ഫേമസ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ ഇന്റലിജൻസിനെ വെഷ്ലർ പറയണെന്ന് വെച്ചാൽ ഇതൊരു ഗ്ലോബൽ കപ്പാസിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ആണ്, അഥവാ ഗ്ലോബലി എല്ലായിടത്തും മനുഷ്യന്മാർക്കുള്ള ഒരു കഴിവാണ് ടു ആക്ട് പർപ്പസ്ഫുള്ളി. എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന് കൃത്യമായി പർപ്പസ് ഉണ്ടാവണം, ലക്ഷ്യം ഉണ്ടാവണം. അപ്പൊ ലക്ഷ്യബോധത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. ആൻഡ് ടു തിങ്ക് റാഷണലി, കുറച്ചുകൂടി യുക്തിപരമായിട്ടോ അല്ലെങ്കിൽ ഒരു പരന്ന ചിന്താഗതിയോ അതല്ലെങ്കിൽ കുറച്ചുകൂടി വിട്ടുവീഴ്ചയോട് കൂടിയുള്ള ചിന്താഗതിയോ ഒക്കെ ഉണ്ടാവുക. ആൻഡ് ടു ഡീൽ ഇഫക്റ്റീവ്ലി, ഏതൊരു വിത്ത് ദ എൻവയോൺമെന്റ്, നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ കാര്യങ്ങളെയും ഇഫക്റ്റീവായി ഡീൽ ചെയ്യാൻ പറ്റുക. അപ്പം ഇന്റലിജന്റ് ആയ ഒരാളെ സംബന്ധിച്ച് വളരെ സൗമ്യനായ ഒരാളെ ഡീൽ ചെയ്യും, വളരെ ആംഗ്രി ആയിട്ടുള്ള പേഴ്സണും ഡീൽ ചെയ്യും, ഹംഗ്രി ആയ പേഴ്സണും ഡീൽ ചെയ്യും, സഫർ ചെയ്യുന്ന ആളുകൾ ഡീൽ ചെയ്യും, ഒരുപാട് ഗെയിനിങ്സ് ഉള്ള, ഒരുപാട് നേട്ടങ്ങളുള്ള, ഒരുപാട് ബ്ലെസ്ഡ് ആയ ആളുകളെ ഒക്കെ ഡീൽ ചെയ്യും. സോ എൻവയോൺമെന്റിൽ എന്താണോ ഉള്ളത് അതിനെല്ലാം ഡീൽ ചെയ്യാൻ കഴിയുന്ന ആളുകൾ എന്നുള്ളതൊക്കെ നമുക്ക് ഇന്റലിജന്റ് പേഴ്സൺസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ദെൻ ആൽഫ്രഡ് ബൈനറ്റ് പറയുന്നത് ഇൻവോൾവിംഗ് എവറിത്തിങ് സച്ച് ആസ് അണ്ടർസ്റ്റാൻഡിങ്, ഒറിജിനാലിറ്റി, പെർസിസ്റ്റൻസ് ആൻഡ് സെൽഫ് ക്രിറ്റിസിസം, എല്ലാതും ഇന്റലിജൻസിന്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് അതേഴ്സ്, അണ്ടർസ്റ്റാൻഡിങ് ദ സിറ്റുവേഷൻ, അണ്ടർസ്റ്റാൻഡിങ് ദ സൊസൈറ്റി, എവറിത്തിങ് ഈസ് എ പാർട്ട് ഓഫ് ഇന്റലിജൻസ്. ആൻഡ് ഒറിജിനാലിറ്റി, അഥവാ കീപ്പിംഗ് ദ ഒറിജിനൽ വൺ ഓർ കീപ്പിംഗ് ജെനുവിനിറ്റി, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ അതിനെ പറയാം. ദെൻ പെർസിസ്റ്റന്റ് ആയിട്ട്, അഥവാ നമുക്ക് ഇങ്ങനെ അത് കണ്ടിന്യൂസ് ആയിട്ട് സ്ഥിരമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ആൻഡ് സെൽഫ് ക്രിറ്റിസിസം, സ്വയം സെൽഫ് അസസ്മെന്റ്, സെൽഫ് ക്രിറ്റിസിസം, ഇങ്ങനെയൊക്കെയുള്ള ക്വാളിറ്റീസ് ആണ് ആക്ച്വലി ഇന്റലിജൻസ് എന്നുള്ളതാണ് ആൽഫ്രഡ് ബിനറ്റിന്റെ ഒരു അഭിപ്രായം. സോ 2-3 ഡെഫിനിഷൻസ് ആണ് ഞാൻ പറഞ്ഞു. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഡെഫിനിഷൻ വെഷ്ലറുടെ ഡെഫിനിഷൻ ആണ്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ ഇന്റലിജന്റ് പേഴ്സൺ, ഞാൻ വീണ്ടും പറയാണ്, യു ഹാവ് ടു അസസ് യുവർ സെൽഫ്. ഇതോടെ ഇന്റലിജന്റ് പേഴ്സൺസിന് ഉണ്ടായിരിക്കേണ്ട ചില ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ പറയാൻ പോണത്. അപ്പം ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മളിൽ ഉണ്ടോ എന്ന് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ആം ഐ ഇന്റലിജന്റ് പേഴ്സൺ എന്ന് നമുക്ക് വിലയിരുത്താം. അപ്പൊ അതിനു മുമ്പ് ഈ ഒരു കൂട്ടത്തിൽ വോയിസ് കേൾക്കുന്ന ആർക്കെങ്കിലും ഞാൻ ഭയങ്കര ഇന്റലിജന്റ് ആണ് എന്നൊരു കോൺഫിഡൻസ് ഉണ്ടോ? അങ്ങനെ ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ഐ ആം ആൻ ഇന്റലിജന്റ് പേഴ്സൺ? ഇത് വായിച്ചു നോക്കുന്നു വേണ്ട, ബെസ്റ്റ് വെറുതെ തമാശക്ക് ചോദിച്ചതാണ്. ആവശ്യത്തിനുണ്ട് തോന്നുന്നുണ്ട്. ആവശ്യത്തിനുണ്ട്, വേറെ ആർക്കും ഇല്ലേ? ഓവർ കോൺഫിഡൻസ് ഇല്ല. ഇല്ല, എന്നാലും ഇന്റലിജൻസ് ഉണ്ട്, ഓവർ കോൺഫിഡൻസ് ഇല്ല. ഞാൻ സമ്മതിക്കൂല. ഇന്റലിജൻസ് ഉണ്ട്. ഇന്റലിജൻസ് ഇല്ല എന്ന് ആർക്കും തോന്നുന്നുണ്ടാ? എനിക്ക് 5 വയസ്സക്ക് ഇന്റലിജൻസ് ഇല്ല, അങ്ങനെ ആരും തോന്നുന്നുണ്ടാ? ആർക്കും ഇല്ല അല്ലെ? തോന്നിക്കൂടായൊന്നും ഇല്ല അല്ലെ? സോ ഇന്റലിജന്റ് പേഴ്സൺസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഫസ്റ്റ് വൺ, ലേൺസ് ഫാസ്റ്റ് ആൻഡ് ഈസ്. എന്തെങ്കിലും ഒരു കാര്യം പഠിച്ചെടുക്കാണെങ്കിൽ വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കും, വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ ശ്രമിച്ചു കൊടുക്കും. സെക്കൻഡ് വൺ, ഡിസ്പ്ലേസ് ഗുഡ് അഡ്ജസ്റ്റ്മെന്റ് ഇൻ ബിഹേവിയർ. നല്ല അഡ്ജസ്റ്റ്മെന്റ് കാണിക്കും. ആൻഡ് ഹാസ് എ കപ്പാസിറ്റി ടു സോൾവ് ദ പ്രോബ്ലം ഹി എൻകൗണ്ടേഴ്സ്. അവര് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവും. ഇപ്പൊ ചില ആളുകൾ പറയില്ലേ, എനിക്ക് എന്താണെങ്കിലും ഐ വിൽ മാനേജ്, ഐ ക്യാൻ ഫേസ് എന്നൊക്കെ പറയാറുണ്ട്. സോ സോൾവിങ് ദ പ്രോബ്ലം ആൻഡ് അഡ്ജസ്റ്റിംഗ് ദ അഡ്ജസ്റ്റ്മെന്റ് വിത്ത് ദ എൻവയോൺമെന്റ്, ഇതൊക്കെ ഒരു ഇന്റലിജന്റ് പേഴ്സന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. തേർഡ്, ഈസ് capable of successfully completing even with the difficult and complex task. ഒരാൾക്ക് നമ്മൾ ഒരു ടാസ്ക് കൊടുത്ത് സങ്കല്പിക്കുക, അത് അല്പം കോംപ്ലക്സ് ആയിപ്പോയി, പക്ഷെ അവരെന്ത് ചെയ്യും? അത് മാനേജ് ചെയ്യും. അപ്പൊ കോംപ്ലക്സ് ടാസ്ക് ആണെങ്കിലും മാനേജ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഇന്റലിജന്റ് പേഴ്സൺ ആണെന്ന് പറയാം. 4, അഡ്ജസ്റ്റ് ബിഹേവിയർ അക്കോർഡിംഗ് ടു ദ ഡിമാൻഡ്സ്. ഡിമാൻഡിനനുസരിച്ച് ബിഹേവിയർ അഡ്ജസ്റ്റ് ചെയ്യും, സ്വഭാവം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. അഥവാ നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച്, സിറ്റുവേഷൻസ് ആണല്ലോ നമ്മൾ ഡിമാൻഡ് ചെയ്യുക, അതിനനുസരിച്ച് നമ്മുടെ ബിഹേവിയർ ഇങ്ങനെ മാറ്റാൻ കഴിവുള്ള ആളുകളെ. ഓക്കെ, അപ്പോൾ എൻജോയ് ചെയ്യാൻ കഴിയുന്ന സമയത്ത് എൻജോയ് ചെയ്യണം, അല്ലെങ്കിൽ സോഫ്റ്റ് ആവുന്ന സമയത്ത് സോഫ്റ്റ് ആവണം, ഹാർഡ് ആവുന്ന സമയത്ത് ഹാർഡ് ആവണം, സ്ട്രിക്റ്റ് ആവുന്ന സമയത്ത് സ്ട്രിക്റ്റ് ആവണം, ലൂസ് ആവുന്ന സമയത്ത് ലൂസ് ആവണം, ഫ്രണ്ട്ലി ആണെങ്കിൽ അങ്ങനെ ആവണം. സോ നമ്മൾ ആ ഒരു ബിഹേവിയർ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ, ചേഞ്ച് ചെയ്യാൻ പറ്റണം. 5, ആക്ട്സ് ഇൻ പേഴ്സ്യൂട്ട് ഓഫ് ദ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി. എപ്പോഴും സമൂഹത്തിന്റെ ഒരു ക്ഷേമം, വെൽഫെയർ ഓഫ് ദ സൊസൈറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളായിരിക്കും.
അപ്പോൾ ഒരു ഗുഡ് സോഷ്യൽ ബീയിങ് ആയിരിക്കും എന്നാണ് അതിൽ പറയുന്ന ആ ഒരു പോയിന്റ്. ദെൻ ഫോക്കസസ് അറ്റൻഷൻ ആൻഡ് അഫോർഡ് ഓൺ ദ ടാസ്ക്. ഒരു ടാസ്ക് കൊടുത്താൽ അതിൽ അറ്റൻഷൻ ഉണ്ടാകും, അതിൽ മാക്സിമം എഫേർട്ട് ഇടും, അഫോർഡ് ചെയ്യും, അതെ മാക്സിമം അതിന് വേണ്ടിയിട്ട് സഹിക്കും, അല്ലെങ്കിൽ അതിന് വേണ്ടി എഫേർട്ട് ഇടും എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. സോ അറ്റൻഷൻ, നമുക്കൊരു ടാസ്ക് ഉണ്ടെങ്കിൽ ആ ടാസ്കിലേക്ക് അറ്റൻഷൻ ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന ജോലി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം, അതിൽ ഫോക്കസ് ചെയ്യും, അതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആവും. ദെൻ capable ഓഫ് ഹാൻഡ്ലിങ് എനി ട്രൈങ് സിറ്റുവേഷൻ ആൻഡ് വിൻ ഓവർ ഇറ്റ്. അതുപോലെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വന്നാൽ അത് ഹാൻഡിൽ ചെയ്യും, അത് വിൻ ചെയ്യും. അഥവാ കുറച്ച് ഫുഡ് കഴിച്ചില്ലെങ്കിലും ജോലി തീർക്കും, അല്ലെങ്കിൽ ഉറങ്ങിയില്ലെങ്കിലും ആ ടാസ്ക് ഞാൻ തീർക്കും എന്നൊക്കെയുള്ള ഒരു എന്താ പറയാ ഒരു സ്പിരിറ്റ് ഉള്ള ആളുകളായിരിക്കും. ആൻഡ് എബിലിറ്റി ടു അനലൈസ് ദ പ്രോബ്ലം. എന്തെങ്കിലും ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ വരികയാണെങ്കിൽ ദേ വിൽ അനലൈസ് ദ പ്രോബ്ലം. എന്താണ് സംഭവിക്കുന്നത്, ആരാ ഭാഗത്ത മിസ്റ്റേക്ക്, എവിടെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നവർ കൃത്യമായി പഠിച്ച് വേഗം മനസ്സിലാക്കും. 9th, knows the knack of getting along with others. That means എപ്പോഴും മറ്റുള്ളവരുമായിട്ട് കൂടി നിൽക്കാൻ ഒരു കോഓപ്പറേറ്റീവ് ആൻഡ് കൊളാബറേറ്റീവ് ബിഹേവിയർ അവർ കാണിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും മറ്റുള്ളവരുമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് അവർ തയ്യാറായിരിക്കും. പെർസീവ് ദ അപ്രോപ്രിയേറ്റ് റിലേഷൻ. എപ്പോഴും എന്ത് ചെയ്യും, നല്ല ബന്ധങ്ങളെ അവർ കീപ്പ് ചെയ്യും, അല്ലെങ്കിൽ അവർ മേക്ക് ചെയ്യും. സോ ഇങ്ങനെ 8-10 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ നമ്മൾ പറഞ്ഞു വെച്ചത്. ഇന്റലിജന്റ് പേഴ്സണുള്ള 10ഓളം ക്യാരക്ടറിസ്റ്റിക്സ്. ഇനിയും പറയാനുണ്ട്, ബുക്കിൽ ഇത്ര പറഞ്ഞു എന്നുള്ളതുകൊണ്ട് മാത്രം അത് ഉൾപ്പെടുത്തിയതാണ്. ആൻഡ് ഇപ്പൊ നമ്മളിപ്പോ കണ്ടത് ഇന്റലിജൻസ് എന്ത്, അതിന്റെ പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്റലിജന്റ് പേഴ്സൺ. ഓക്കെ, ഇനി നമ്മുടെ ഇന്റലിജൻസ് എന്നുള്ള അതിനെ നമ്മൾ ടൈപ്സിലേക്ക് പോവാണ്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു തൊണ്ടേക്ക്, ഈ ഓരോരോ സൈക്കോളജിസ്റ്റുകൾ ഇങ്ങനെ പറഞ്ഞു വെച്ച ടൈപ്സ് ഓഫ് ഇന്റലിജൻസ് ആണ് പറയണത്. തൊണ്ടേക്കിന്റെ അഭിപ്രായത്തിൽ 3 തരം ഇന്റലിജൻസ് ഉണ്ട് എന്നുള്ളതാണ്. സോഷ്യൽ ഇന്റലിജൻസ്, മെക്കാനിക്കൽ ഇന്റലിജൻസ്, അബ്സ്ട്രാക്ട് ഇന്റലിജൻസ്. ഈ 3 ടേമും കേട്ടാൽ തന്നെ നമുക്ക് ഒരുവിധം ഐഡിയ മനസ്സിലാവുന്നതാണ് എന്റെ ഒരു വിശ്വാസം. സോഷ്യൽ ഇന്റലിജൻസ്, ഈസിലി അണ്ടർസ്റ്റാൻഡ് ഹ്യൂമൻ റിലേഷൻ ആൻഡ് മേക്കിംഗ് ഫ്രണ്ട്സ് ആൻഡ് എൻഗേജിങ് ഇൻ സൊസൈറ്റി ആൻഡ് ആക്ട് ഫോർ ദ സൊസൈറ്റി, കൺസിഡർ ദ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി. സമൂഹത്തിൽ നന്നായിട്ട് ഡീൽ ചെയ്യാനും സാമൂഹിക ബന്ധങ്ങൾ ഉണ്ടാക്കാനും സാമൂഹിക സുരക്ഷയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യാനൊക്കെ പറ്റുന്ന ആളുകളാണ് സോഷ്യൽ ഇന്റലിജൻസ് ഉള്ള ആളുകൾ. അപ്പൊ നമ്മുടെ നാട്ടിലെ ഈ സോഷ്യൽ ഇന്റലിജൻസ് ഉള്ള ആളുകൾക്ക് പറ്റുന്ന പ്രൊഫഷൻ എന്താ, ജോലി എന്താ, നിങ്ങളുടെ അഭിപ്രായത്തില്? ഹലോ, ടീച്ചിങ് ആണോ? പൊളിറ്റിക്സ് ആണോ സാർ? ഇന്നത് മാത്രം പറ്റുള്ളൂ എന്നില്ല. ടീച്ചിങ് പറ്റൂലേ? ടീച്ചിങ് വേണം, കാരണം നമുക്ക് കുട്ടികളുമായിട്ട് ഇങ്ങനെ ബന്ധം ഉണ്ടാക്കാൻ പറ്റണ്ടേ. പൊളിറ്റിക്സ് വേണം, അത് പൊളിറ്റീഷ്യൻസ് ആവാം. വേറെണ്ടോ? സോഷ്യൽ സർവീസ്. എന്തോ? സോഷ്യൽ സർവീസ്. സോഷ്യൽ സർവീസ്. നിങ്ങൾ ഇങ്ങനെ ഇന്റർനാഷണൽ ചിന്തിക്കുകയാണേ. ഇതിന്റെ ആവശ്യമില്ല, എല്ലാ ജോലികൾക്കും സോഷ്യൽ ഇന്റലിജൻസ് വേണം. ഒരു ഡ്രൈവർ ആണ് വേണ്ടേ? വേണം. അപ്പം ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണ്, നല്ലോണം വേണം. സെയിൽസ്മാൻ വേണ്ടേ? ബിസിനസ്മാൻ വേണ്ടേ? എല്ലാവർക്കും വേണം. പക്ഷെ അതിനൊക്കെ റേഷ്യോ ഡിഫറെന്റ് ആണെന്ന് മാത്രം. അഥവാ സോഷ്യൽ ഇന്റലിജൻസ് ഉള്ള ആളുകൾക്ക് പറ്റുന്ന ജോലികളാണ് സൊസൈറ്റിയുമായി മിങ്കിൾ ചെയ്യുന്ന ജോലികൾ. ഓക്കെ, അല്ലാത്ത ആളുകൾ ഇപ്പൊ ഒരു ഓഫീസ് ജോബ് ആണെങ്കിൽ ചിലപ്പോൾ ഒരു എഡിറ്ററാണ്, എഡിറ്റർക്ക് ചിലപ്പോൾ ഒരുപാട് സോഷ്യൽ ഇന്ററാക്ഷൻസിന്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പം ആ ഒരു സോഷ്യൽ ഇന്റലിജൻസ് കുറഞ്ഞ ആളുകൾക്ക് അത്തരം ജോലികൾ ഏർപ്പെടാം. 2 മെക്കാനിക്കൽ ഇന്റലിജൻസ് ആണ്, എബിലിറ്റി ടു ഡീൽ മെഷീൻസ്. മെക്കാനിക്കൽ ഇന്റലിജൻസ് ആലോചിക്കുകയാണ്, ഇപ്പൊ ഒരാള് ഒരു 4 വീൽ മെക്കാനിക് ആണ്. അദ്ദേഹത്തിന് മെക്കാനിക്കൽ ഇന്റലിജൻസ് ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിൽ എവിടെയും ശോഭിക്കാൻ കഴിയില്ല. ദാറ്റ് മീൻസ് പെർഫോം ചെയ്യാൻ കഴിയില്ല. അപ്പം മെക്കാനിക്കൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ആ ഒരു മെക്കാനിക്കൽ ഫീൽഡിൽ പോകുന്ന ആളുകൾക്ക് നിർബന്ധമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഇന്റലിജൻസ് ഉള്ള ആളുകളെയാണ് നമ്മൾ ആ ഒരു ഫീൽഡിലേക്ക് പറഞ്ഞയക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ കുട്ടി ചെറുപ്പം മുതലേ ഇങ്ങനെ ചെറിയ സാധനങ്ങൾ ഇങ്ങനെ അയക്കും, അത് ഉണ്ടാക്കും, ചെറിയ ഉപകരണങ്ങൾ ഉണ്ടാക്കും, മെഷീൻസ് ഉണ്ടാക്കും, പാഴ്വസ്തു കൊണ്ട് പല ഐറ്റംസ് ഉണ്ടാക്കും. ഇങ്ങനെയൊക്കെയുള്ള കുട്ടികൾ മെക്കാനിക്കൽ ഇന്റലിജൻസ് ഉണ്ടെന്ന് പറയാം. സോ ആ കുട്ടിനെ പിടിച്ചിട്ട് നമ്മൾ ഏത് പ്രൊഫഷനൊക്കെ പറഞ്ഞേക്കേണ്ടി വരും? മെക്കാനിക്കൽ എഞ്ചിനീയർ. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പറഞ്ഞേക്കാം. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ
പിന്നെ ഇത്തരം ഇലക്ട്രീഷ്യനും പ്ലംബിങ്ങും മെക്കാനിക്കലും അങ്ങനെയുള്ള കുറെ ഫീൽഡിലേക്ക് അവന് പോവാം അല്ലെ. പക്ഷെ അവനെ സംബന്ധിച്ച് ചിലപ്പോ ഒരു പൊളിറ്റീഷ്യൻ ആവുക എന്നൊക്കെ പറയുന്ന സംബന്ധിച്ച് ഓന് വലിയൊരു കഥ ഉണ്ടാവില്ല ചിലപ്പോ അതില്. ചിലപ്പോ അവൻ ടീച്ചർ ആയാല് ഒരുപാട് സോഷ്യൽ ആവാൻ പക്ഷെ കഴിയണമെന്നില്ല. ഇതിൽ ഒരു സ്കിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇന്റലിജൻസ് ഉണ്ടെങ്കിൽ മറ്റേത് ഉണ്ടാവില്ല എന്നല്ലട്ടോ പറയണേ. എല്ലാ ഇന്റലിജൻസും എല്ലാവരിലും ഉണ്ട്, റേഷ്യോ ഡിഫറെന്റ് ആയിരിക്കും. ദെൻ അബ്സ്ട്രാക്ട് ഇന്റലിജൻസ് ആണ് എബിലിറ്റി ടു ഡീൽ സിമ്പിൾസ്, ഡയഗ്രാം, ഫോർമുല, അല്ലെ, ഡ്രോയിങ്സ് വരയ്ക്കുക. ഈ സൈറ്റ് എഞ്ചിനീയർ അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ അബ്സ്ട്രാക്ട് ഇന്റലിജൻസ് വേണം. കാരണം ഒരു വിഷ്വൽ എന്ത് കണ്ടാലും അതിനെങ്ങനെ മനസ്സിലാവണം, ഡാറ്റ റീഡ് ചെയ്യാൻ പറ്റണം, ഡയഗ്രാംസ് കണ്ടാൽ ഒറ്റടിക്ക് മനസ്സിലാവണം. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആളുകൾ അല്ലെങ്കിൽ അത്തരം സ്കില്ലാണ് അബ്സ്ട്രാക്ട് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. സോ തൊണ്ടയ്ക്ക് പറഞ്ഞത് ഇങ്ങനെ 3 തരം ഇന്റലിജൻസ് ആണ് നമ്മുടെ ഓരോ മനുഷ്യരിലും ഉള്ളത് എന്നാണ് പറയണത്. ഇനി നിങ്ങളില്ലേ, നിങ്ങൾ ഈ ഒരു 3 സ്കില്ലിന് ഇന്റലിജൻസ് ഒന്ന് മാർക്ക് ഇട്ടുകയാണെങ്കിൽ ഒരു 10 മാർക്ക് കൊടുക്കുകയാണെങ്കിൽ സോഷ്യൽ ഇന്റലിജൻസ്, മെക്കാനിക്കൽ ഇന്റലിജൻസ്, അബ്സ്ട്രാക്ട് ഇന്റലിജൻസ്, ഇതിന് 3 ഒരു 10 മാർക്ക് ഇടുകയാണെങ്കിൽ എത്ര പേര് നോക്കി നോക്കുകയാണെങ്കിൽ ജസ്റ്റ് നോക്കി നോക്കുകയാണെങ്കിൽ? ഞാനിപ്പ ചോദ്യം എന്നോട് തന്നെ ചോദിച്ചിട്ടേ ഉള്ളൂ. അതെ, എനിക്ക് സോഷ്യൽ ഇന്റലിജൻസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. നല്ലോണം സംസാരിക്കുന്ന ആൾ, എക്സ്ട്രോവേർട്ട് ആയ ആളുകൾക്കൊക്കെ മിക്കവാറും സോഷ്യൽ ഇന്റലിജൻസ് കൂടുതലായിരിക്കും. അതെ, കുറച്ച് എനിക്ക് introvert ആയ അബ്സ്ട്രാക്ട് ആളുകളായിരിക്കും ഇന്റലിജൻസ് പൊതുവെ. വളരെ ബാക്കിയൊക്കെ റേഷ്യോ കുറവായിരിക്കും എന്റെ കേസില്. സെയിം. അതെ അതെ, എനിക്കും സോഷ്യൽ ഇന്റലിജൻസ് കുറച്ച് കൂടുതലാണ്. മെക്കാനിക്കലി ഒരു ആവറേജ്, മെക്കാനിക്കലും കുഴപ്പമൊന്നുമില്ല. മെക്കാനിക്കലി എനിക്ക് മെക്കാനിക്കൽ തീരെ ആവറേജ് ഇല്ല. ഞാനുണ്ട്. പക്ഷെ ഈ അബ്സ്ട്രാക്റ്റിന് ഞാനൊരു ആവറേജോ ബിലോ ആവറേജ് ഒക്കെ ആണ്. സെയിം ആണ് എന്റെ അവസ്ഥ. അപ്പം അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ലെവലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ദെൻ ഇനി ഹൊവാർഡ് ഗാർഡനർ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി എന്നുള്ളൊരു തിയറി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞാനിവിടെ 9 ഇന്റലിജൻസസ് എന്ന് കൊടുത്തേക്കണ്. നിങ്ങളുടെ ബുക്കിൽ 8 ആണ്, പിന്നീട് അത് 9 ആക്കി അദ്ദേഹം ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ 8 പഠിക്കുള്ളൂ, 9 ഞാൻ പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ ഇനി നമ്മളില്ലേ ഇപ്പൊ ഈ കേട്ടതൊന്നും അല്ലാത്ത കുറച്ച് തിയറീസ് ഓഫ് ഇന്റലിജൻസിലേക്ക് പോവാണ്. അപ്പൊ ഇവിടെ ഇതിനൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തിയറി ഉണ്ട്, ഇന്നതാണ് ആശയം, അത്രേ പറയുള്ളൂ. ഡീപ്പായിട്ട് ഒരു തിയറിയും പഠിക്കാനില്ല. ഓക്കെ, അതുകൊണ്ട് ഇതിന്റെ ഒക്കെ ബേസിക് മാത്രമേ ഞാൻ ഇതിലിട്ടിട്ടുള്ളൂ. ഇതൊക്കെ അത്യാവശ്യം ഇങ്ങനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോകാനുള്ള തിയറികളാണ്, പക്ഷെ സിലബസിൽ ഇല്ലാത്തതുകൊണ്ട് പോകുന്നില്ല. ഫസ്റ്റ് വൺ യൂണിറ്ററി തിയറി ഓർ മൊണാർക്കിക് തിയറി എന്നുള്ളതാണ്. ഇനി ചാൾസ് പിയർമാന്റെ ഒരു അസോസിയേഷനിലാണ് അല്ലെങ്കിൽ അദ്ദേഹം സജസ്റ്റ് ചെയ്ത ഒരു തിയറി എന്നൊക്കെ പറയാം. അങ്ങനെ ബുക്കിൽ അങ്ങനെ പറയണമെന്നില്ല, ആഡ് ചെയ്തതാണ്. സോ ഇന്റലിജന്റ് കൺസിസ്റ്റ് പെർവേസീവ് കപ്പാസിറ്റി. നമുക്കൊരു ഓവറോൾ കപ്പാസിറ്റി നമ്മളിൽ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അഥവാ ഒരു ജനറൽ കപ്പാസിറ്റി നമുക്കൊക്കെ എല്ലാവർക്കും ഒരു ജനറൽ സ്കിൽസ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പം ഇഫ് വൺ ഹാസ് ഇന്റലിജൻസ് ഹി ക്യാൻ യൂട്ടിലൈസ് ഇറ്റ് ടു എനി ഏരിയ ഓഫ് ഹിസ് ലൈഫ്. അപ്പൊ നമുക്ക് ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒരു സ്കില്ലാന്നാണ്, അത് യൂണിറ്ററി ആണ്, അത് ഒന്നാണ്. അതുണ്ടെങ്കിൽ എല്ലാ മേഖലയിലും അത് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒരു സ്കില്ല അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് സംഭവമാണ്. അതുണ്ടെങ്കിൽ നമുക്ക് എല്ലായിടത്തും അത് യൂസ് ചെയ്യാം എന്നൊക്കെയാണ് ഈ ഒരു തിയറി പ്രകാരം പറയുന്നത്. ഇറ്റ് റിഫ്ലക്ട്സ് ഓൺ ഓൾ വാട്ട് ഹി തിങ്സ് ആൻഡ് ആക്ട്. അങ്ങനെ ആ ഒരു ഇന്റലിജൻസ് എന്ന് പറയുന്ന ആ ഒരു സംഭവം എന്ത് ചെയ്യും, ഇദ്ദേഹം ആ വ്യക്തി എന്ത് ചിന്തിക്കുകയാണെങ്കിലും എന്ത് പ്രവർത്തിക്കുകയാണെങ്കിലും അതിലൊക്കെ ആ ഒരു ഇന്റലിജൻസ് എന്നുള്ള സാധനം വർക്ക് ചെയ്യും. നമ്മളൊരു കോമൺ സെൻസ് എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ നമ്മൾ ബുദ്ധി എന്നൊക്കെ മലയാളത്തിൽ പല വാക്കുകൾ പറഞ്ഞു വെക്കുന്ന സാധനം പോലെ. പിന്നെ പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അഥവാ തിയറി പ്രകാരം ഒരാൾക്ക് ഇന്റലിജൻസ് ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന്റെ ഈ ഒരു ഇന്റലിജൻസ് അദ്ദേഹത്തിന് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് യൂണിറ്ററി തിയറിയിൽ പറയുന്നത്. പക്ഷെ നമ്മൾ കോൺട്രറി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റിയൽ ലൈഫിൽ കാണാറുണ്ടെന്നാണ്. ടെക്സ്റ്റ് തന്നെ ഒരു എക്സാമ്പിൾ ആണ്. ഒരു ജെനിയൽ മാത്തമാറ്റീഷ്യൻ അഥവാ ഭയങ്കര കണ്ണിങ് ആയുള്ള മാത്തമാറ്റീഷ്യൻ ഒരു മാത്തമാറ്റിക്കൽ പ്രൊഫസർ മേ ബി ആബ്സെന്റ് മൈൻഡഡ് സോഷ്യലി. അദ്ദേഹത്തിന്റെ വർക്കിലൊക്കെ ഭയങ്കര കണ്ണിങ് ചെയ്യാം, പക്ഷെ ബന്ധങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ അയൽവാസികളുമായി സംസാരിക്കുക, സോഷ്യലി അദ്ദേഹം ഭയങ്കര വീക്ക് ആവാൻ സാധ്യതയുണ്ട്. ഇല്ല, നിങ്ങൾ ആലോചിക്കണേ, ചില ആളുകൾ ഭയങ്കര പ്രൊഫസർമാരൊക്കെ കയറാം, പക്ഷെ ഒരു മനുഷ്യനോടും മുണ്ടൂല, ഒരു ഇങ്ങനെ ബുദ്ധിജീവികളൊക്കെ ഇങ്ങനെ നടക്കും, വേറെ അങ്ങനെ ബന്ധങ്ങൾ ഉണ്ടാവില്ല, ചിലപ്പോ അങ്ങാടിയിലൊന്നും വരില്ല, അങ്ങനെ സോഷ്യൽ ആവില്ല. കല്യാണത്തിനൊക്കെ വന്നാല് ജസ്റ്റ് ഇങ്ങനെ വരിക, ഫുഡ് കഴിക്കുക, അങ്ങനെ പോവുക, അല്ലാണ്ട് അവിടെ നിന്ന് സപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ പരസ്പരം ഒന്ന് എല്ലാവരോടും സംസാരിക്കാനോ ഒന്നും അവർ തയ്യാറാവില്ല. സോ അത്തരത്തിലുള്ള ആളുകൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ചില അധ്യാപകർ അങ്ങനെ ഉണ്ടാവും, ടീച്ചിങ്ങിലൊക്കെ ഭയങ്കര കൂലിയേക്കാരം. അതെ, എനിക്ക് പ്ലസ് 2 ഒരു സാർ ഉണ്ടായിരുന്നു അതുപോലെ.
ഞങ്ങളെ നാട്ടിലൊരു സാറിന് ഞങ്ങൾ കെമിസ്ട്രി പഠിപ്പിച്ചേ സാർ അങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മളൊക്കെ ഭയങ്കര മൈൻഡ് ആക്കും അല്ലെങ്കിൽ ഒക്കെ അത് കഴിഞ്ഞ് ഇറങ്ങിയ പിന്നെ നമ്മൾ ആരും അറിയില്ല. സോഷ്യൽ അല്ല എന്നുള്ളതായിരുന്നു വിഷയം. ഓക്കെ, സോ ഇത് നമ്മൾ സിംഗിൾ ഫാക്ടർ തിയറി എന്നുള്ള രൂപത്തിൽ ഇതിനറിയപ്പെടും. അപ്പൊ ഒരു ജനറൽ ഇന്റലിജൻസ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, സ്പെസിഫിക് ആയിട്ട് പറയണില്ല, ജനറൽ ഇന്റലിജൻസ് എന്നാണ് ഈ ഒരു തിയറിയിൽ ഉദ്ദേശിക്കുന്നത്. സോ പേഴ്സൺസ് ക്യാൻ പെർഫോം വൺ ടൈപ്പ് ഓഫ് കോഗ്നിറ്റീവ് ടാസ്ക്. അപ്പൊ ഏതെങ്കിലും ഒരു ടാസ്കിൽ അവർ മാസ്റ്റർ ആയിരിക്കാൻ സാധ്യത ഉണ്ട്. സോ ജനറലി ഒരു ഇന്റലിജൻസ് ഉണ്ട്, അത് നമുക്ക് ഉപയോഗിച്ച് നമുക്ക് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. അത്രയേ ഉള്ളൂ ഈ ഒരു തിയറിന്റെ ബേസ് എന്ന് പറയുന്നത്. ഇനി അതിനെ ക്രോസ് ചെയ്തുകൊണ്ട് സ്പിയർമാന്റെ മറ്റൊരു തിയറിയാണ് ടു ഫാക്ടർ തിയറി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ജനറൽ ഇന്റലിജൻസ് മാത്രം പോരാ എന്നാണ് സ്പിയർമാൻ പറയുന്നത്. അദ്ദേഹം ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്തത് 1904 സോ അദ്ദേഹം പറയുന്നത് 2 ഫാക്ടേഴ്സ് ഉണ്ട് ഇന്റലിജൻസിന്. 2 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ജി ഫാക്ടർ, ദാറ്റ് മീൻസ് ജനറൽ ഫാക്ടർ. സെക്കൻഡ് വൺ എസ് ഫാക്ടർ, ദാറ്റ് ഈസ് സ്പെസിഫിക് ഫാക്ടർ. അപ്പം ജനറൽ ആയിട്ട് നമുക്കൊരു ഇന്റലിജൻസ് ഉണ്ട്, കൂടെ സ്പെസിഫിക് ആയിട്ടൊരു ഇന്റലിജൻസും കൂടി ഉണ്ട് എന്നാ പറയണത്. ഒരു ബുദ്ധി കൂടി ഉണ്ട് എന്നാണ് സ്പിയർമാൻ പറഞ്ഞു വെച്ചത്. ഓക്കെ, സോ ജനറൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ജനറൽ കപ്പാസിറ്റി ആണ്, എല്ലാതും മനസ്സിലാക്കാനും എല്ലാത്തിനെ കുറിച്ച് ചിന്തിക്കാനൊക്കെ ഉള്ള നമ്മുടെ ബേസിക് കപ്പാസിറ്റിയാണ് ജനറൽ ഫാക്ടർ എന്ന് പറയുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ കോമൺ സെൻസ് എന്ന് വിളിക്കാം അല്ലെ. നമുക്ക് മെക്കാനിക്കൽ ഫീൽഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാവും. പിന്നെ നേരത്തെ പറഞ്ഞ സോഷ്യലി ആവാൻ പറ്റുവെച്ചാൽ കുറച്ചൊക്കെ സംസാരിക്കാൻ അതും പറ്റുന്നുണ്ടാവും. പിന്നെ സ്പേഷ്യലോ അങ്ങനെ എല്ലാതും കുറച്ച് നമുക്ക് പറ്റും. അതാണ് ജനറൽ ഫാക്ടർ എന്ന് പറഞ്ഞ ജി ഫാക്ടർ. അതിൽ റീസണിങ് ഉണ്ടാവും, അതുപോലെ അതൊരു ഇന്നേറ്റ് കപ്പാസിറ്റിയാണ്, എല്ലാവർക്കും ജന്മന ഉള്ള ഒരു കപ്പാസിറ്റി തന്നെയാണ് ജനറൽ ഫാക്ടർ. സോ അതെന്ത് ചെയ്യും, ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടാവും, അതിന്റെ ഇന്റലിജൻസ് ഇങ്ങനെ കൂടുകയും കുറയുകയും ചെയ്യാം. 2 സ്പെസിഫിക് ഫാക്ടർ ആണ്, അഥവാ യുണീക്ക് ടു പർട്ടിക്കുലർ ടാസ്ക്. ഏതെങ്കിലും ഒരു ടാസ്ക് ചെയ്യാൻ പ്രത്യേക താല്പര്യം. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ചില ആളുകൾക്ക് കവിത എഴുതാൻ ഭയങ്കര താല്പര്യകരം, ചില ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും മെക്കാനിക്കൽ സൈഡിൽ ഭയങ്കര താല്പര്യകരം, ചില ആളുകൾക്ക് ഒരുപാട് ഭാഷ പഠിക്കുക, ലിംഗ്വിസ്റ്റിക് ഭാഷപരമായിട്ടുള്ള കുറെ അറിവുകൾ ഉണ്ടാവാം. ചില ആളുകൾക്ക് എഴുതാനും വായിക്കാനൊന്നും അറിയില്ല, പക്ഷെ കളിക്കാൻ അടിപൊളികരം, ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ആള് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. ഇങ്ങനത്തെ നമ്മളെ കുട്ടികളൊക്കെ അറിയിച്ചോക്കണേ, ഇങ്ങനെ ഏതെങ്കിലും ഒരു മേഖലകൾക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടാവും. നന്നായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് കളിക്കുക, അല്ലെങ്കിൽ മാത്സ് ഭയങ്കര ഇഷ്ടം, അല്ലെങ്കിൽ ഇംഗ്ലീഷോട് ഭയങ്കര താല്പര്യം, അല്ലെങ്കിൽ പിന്നെ ബയോളജിയോട് ഭയങ്കര താല്പര്യം. ഇങ്ങനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫീൽഡിലോട് ഒരു പ്രത്യേക താല്പര്യം, അതാണ് സ്പെസിഫിക് ഫാക്ടർ എന്ന് പറയുന്നത്. ഇങ്ങനത്തെ കുട്ടികളെ കണ്ടിട്ടില്ലേ? കോമൺ ആയിട്ട് തന്നെ ഇഷ്ടംപോലെ കാണുന്നതല്ലേ? അപ്പം ഇതിലൊരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ബുക്കിൽ നിന്നുള്ള എക്സാമ്പിൾ തന്നെ കൊടുത്തിരിക്കുകയാണ്, ബുക്കിൽ തന്നെയാണ് തോന്നുന്നു. വൺ ഹു എക്സൽ ഇൻ മാത്സ് ബട്ട് സ്ട്രഗിൾസ് വിത്ത് ലാംഗ്വേജ്. ഒരാൾക്കല്ലേ മാത്സ് ഭയങ്കര ഇഷ്ടമാണ്, മാത്സ് ഒക്കെ പോകും, പക്ഷെ ലാംഗ്വേജ് പോവില്ല. അപ്പം ലാംഗ്വേജ് കുറച്ചൊക്കെ പോകും, അത് കാരണം അദ്ദേഹത്തിന് ജനറൽ ഫാക്ടർ ഉണ്ടല്ലോ, അതുകൊണ്ട് കുറച്ചൊക്കെ പോകും, പക്ഷെ ലാംഗ്വേജിൽ പുലിയാൻ പറ്റില്ല, ഒരുപാട് മാർക്ക് വാങ്ങാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നിങ്ങളൊക്കെ മക്കൾക്ക് ഏത് സബ്ജക്റ്റാണ് ഏറ്റവും കൂടുതൽ പോകുക, ഏതാണ് ടഫ്, അങ്ങനെയൊക്കെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? വലിയ മക്കളൊക്കെ ഉണ്ടോ? ഇവിടെ ഒരാൾക്ക് ആനിമൽ ഹസ്ബൻഡറി അതാന്നൊക്കെ പറയാം. ആനിമൽ ഹസ്ബൻഡറി. ഓക്കെ, അഥവാ നമുക്ക് ഇനി മൾട്ടിപ്പിൾ ഹോവാർഡ് ഗാർഡന് പഠിക്കുമ്പോൾ അതൊക്കെ വരും കേട്ടോ. ഞാനിപ്പോ സ്പെസിഫൈ ചെയ്യണില്ല, കാരണം അത് പ്രത്യേക തരം ഇന്റലിജൻസ് ആണ്. വേറെ ആരെങ്കിലും അങ്ങനെ പ്രത്യേക താല്പര്യം കാണിക്കുന്ന ആരെങ്കിലും വീടുകളൊക്കെ ഉണ്ടോ? ഈ ക്ലാസ് കേൾക്കുന്ന ആർക്കെങ്കിലും ഉണ്ടോ? ഞാൻ ക്ലാസ് എടുക്കുന്ന ഹയർ സെക്കൻഡറി ആണ്, അപ്പൊ അവിടെ എക്കണോമിക്സ് എന്റെ സബ്ജക്ട്. അതില് എക്കണോമിക്സ് 2 പാർട്ടാ, സ്റ്റാറ്റി, ഇന്ത്യൻ എക്കണോമി. അതില് സ്റ്റാറ്റിയില് ബോയ്സ് ഒക്കെ ഒരു വിധം ഭയങ്കര ഗേൾസിനേക്കാൾ ഭയങ്കര പെർഫോമൻസാ. പക്ഷെ ഇന്ത്യൻ എക്കണോമി ഒറ്റൊന്നിനും അറിയത്തില്ല, തിയറിയാണ്. സ്റ്റാറ്റി ഭയങ്കരമായിട്ട് അവർക്ക് വേഗം, കാരണം കാൽക്കുലേഷൻസ് ആണല്ലോ. ഞാനും ഇപ്പൊ നമ്മളെ കുട്ടികൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോ അവര് പറയണേക്കാം മാത്സ് കുട്ടികൾ വേഗം, പിന്നെ മാത്സ് അവർക്ക് ഇഷ്ടമാണ്, അത് അവർ ചെയ്യും, അങ്ങനെയൊക്കെ പറയണേക്കാം. നിങ്ങൾ പഠിച്ചിരുന്ന കാലത്തൊക്കെ മാത്സ് എല്ലാവരും ടഫ് ആയിരുന്നു. എനിക്ക് മാത്സ് ആയിരുന്നു ടഫ്, എനിക്ക് ഏറ്റവും മാർക്ക് കുറവ് മാത്സിലായിരുന്നു. നമ്മള് പഴയ ആൾക്കാരല്ലേ, ഞാൻ ഈ പുതിയ ആൾക്കാരെ കുറിച്ചാ പറയണേ. കൂടുതൽ അവര് മാത്സ് ആണ് ഈസി, കാരണം ഒരിക്കലും പഠിച്ചാൽ മനസ്സിലാക്കി പഠിക്കാം, ഇതിങ്ങനെ ബൈ ഹാർട്ട് ഒക്കെ ഉണ്ടാവും. അതെ, എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ ഇപ്പത്തെ തലമുറ, ഞാനിപ്പോ നമ്മള് കുട്ടികൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോ അവർ പറയാറുണ്ട് മാത്സ് പോലും ഇരിക്കും, മാത്സ് പോലും എത്ര ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ ഞങ്ങളൊക്കെ പഠിച്ചിരുന്നത് മാത്സ് ടീച്ചർ ആർക്കും ഇഷ്ടമല്ല, മാത്സിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല, കുറച്ചാൾക്ക് മാത്രമേ മാത്സിനോട് താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പം ജനറേഷൻ ഈ തലമുറ മാറുന്നതിനനുസരിച്ച്
ബുദ്ധിയിൽ മാറ്റേണ്ടിരിക്കും അല്ലേ? സാർ പക്ഷെ നമ്മൾ ഓൾറെഡി അവരെ പറഞ്ഞു പഠിപ്പിക്കുന്നത് മാത്സ് ടഫ് എന്നുള്ള എന്റെ ഒരു കൺസെപ്റ്റ് ആണ്. നമ്മൾ ഓൾറെഡി അതാ പറഞ്ഞു പഠിപ്പിക്കുന്നത്, മാത്സ് ടഫ് ആണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കും അല്ലെ മാത്സിന് പണ്ട്. പക്ഷെ ഇപ്പൊ കുട്ടികൾ മാത്സ് ഇഷ്ടമാണ്, അതാ പറയാൻ കാരണം. പ്രോബ്ലം ചെയ്യാനുള്ള ഒരു താല്പര്യമാണ്. അപ്പൊ ഓക്കെ, മറ്റേത് ഇരുന്ന് വായിച്ച് പഠിക്കേണ്ടതല്ലേ. ബുദ്ധി പ്രയോഗിക്കണ്ടേ? ഇത് മെനക്കെടണ്ടേ? ബുദ്ധി വേണ്ടേ? ഇപ്പഴത്തെ കുട്ടിക്ക് അനലൈസിങ് കപ്പാസിറ്റി കുറച്ച് കൂടുതലാ. അനലൈസിങ് കപ്പാസിറ്റി കൂടുതലാ. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്ന് കണ്ടത് എന്തായിരുന്നു? ഫസ്റ്റത്തെ തിയറി എന്താ കണ്ടത്? യൂണിറ്ററി തിയറി ഓർ മൊണാർക്കിക് തിയറി. രണ്ട് സ്പിയർമാന്റെ 2 ഫാക്ടർ തിയറി. 2 ഫാക്ടറിൽ 2 ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, യൂണിറ്ററിയിൽ യൂണിയാണ് ഒന്നേ ഉള്ളൂ, അത് ജനറൽ ഫാക്ടർ ആണ്. സ്പിയർമാന്റെ 2 ഫാക്ടർ തിയറിയിൽ ജനറലും ഉണ്ട് സ്പെസിഫിക്കും ഉണ്ട് കേട്ടോ. ഇനി തൊണ്ടേക്കിന്റെ മൾട്ടി ഫാക്ടർ തിയറിയാണ്. തൊണ്ടേക്ക് പറഞ്ഞത് 1, 2 എന്നല്ല, ഇഷ്ടം പോലെ ഫാക്ടേഴ്സ് ഉണ്ട് ഇന്റലിജൻസിൽ എന്നാണ്. ഹി ഓപ്പോസിറ്റ് ദാറ്റ് തിയറി ഓഫ് ജനറൽ ഇന്റലിജൻസ്. യൂണിഫാക്ടർ തിയറി അദ്ദേഹം ഒപ്പോസ് ചെയ്ത് ഒരു ഇന്റലിജൻസ് ഒന്നും പോരാ, അങ്ങനെയൊന്നും അല്ല, നമുക്ക് ഒരുപാട് ബുദ്ധികൾ ഉണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നത്. ഹി പ്രപ്പോസഡ് ദാറ്റ് ദർ ആർ സ്പെസിഫിക് സ്റ്റിമുലി ആൻഡ് സ്പെസിഫിക് റെസ്പോൺസസ്. കാരണം കുറെ സ്റ്റിമുലീസും കുറെ റെസ്പോൺസസും ഉണ്ട്, അപ്പൊ കുറെ ഇന്റലിജൻസ് ഉണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. സോ ദർ ഇസ് സ്പെസിഫിക് കളക്ഷൻസ് ബിറ്റ്വീൻ ദീസ് സ്റ്റിമുലി ആൻഡ് റെസ്പോൺസസ്. അപ്പൊ കുറെ എന്ത് ചെയ്യും, സ്റ്റിമുലീസ് ഉണ്ടാവും അഥവാ പ്രവർത്തനങ്ങൾ ഉണ്ടാവും, അതിന് കുറെ റെസ്പോൺസസ് ഉണ്ടാവും. അങ്ങനെ ഓരോ സ്റ്റിമുലിയും ഓരോ റെസ്പോൺസസും ഒക്കെ ഓരോരോ ഇന്റലിജൻസ് ഒക്കെയാണ് തൊണ്ടേക്ക് എന്ത് ചെയ്യണത്, കണക്ട് ചെയ്യണത്. സോ എ മെന്റൽ ആക്ട് ഇൻവോൾവ് എ നമ്പർ ഓഫ് ദീസ് മൈന്യൂട്ട് എലമെന്റ്സ്. അപ്പൊ നമ്മളൊരു മെന്റൽ ആക്ട് എന്ന് പറഞ്ഞാൽ കുറെ മൈന്യൂട്ട് എലമെന്റ്സുകൾ ചേർന്ന, കുറെ ഇന്റലിജൻസുകൾ ചേർന്ന ഒന്നാണ് എന്ന് തൊണ്ടേക്ക് പറയുന്നു. മൾട്ടി ഫാക്ടേഴ്സ് ആണ്, ഒരുപാട് ഫാക്ടേഴ്സ് ഇന്റലിജൻസിന് ഉണ്ട് എന്നാണ് പറയുന്നത്. അദ്ദേഹം ഇവിടെ 4 ആട്രിബ്യൂട്ട്സ് ഫോർ ഇന്റലിജൻസ് എന്ന് പറയുന്നുണ്ട്. ഇന്റലിജൻസിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യുന്ന 4 ഘടകങ്ങളും ഒന്ന് ലെവലാണ്, അഥവാ ഡിഫിക്കൽട്ടി ഓഫ് ടാസ്ക് ദാറ്റ് ക്യാൻ ബി സോൾവ്ഡ്. നമുക്ക് എത്രത്തോളം ഡിഫിക്കൽട്ട് ടാസ്ക് ഏറ്റെടുക്കാൻ പറ്റും അത്രത്തോളം നമുക്ക് ഇന്റലിജൻസ് ഉണ്ടെന്നാണ് ഒന്ന്. 2 റേഞ്ച് ആണ്, നമ്പർ ഓഫ് ടാസ്ക് അറ്റ് എനി ഗിവൺ ഡിഗ്രി ഓഫ് ഡിഫിക്കൽട്ടി ദാറ്റ് വി ക്യാൻ സോൾവ്. നമ്പർ ഓഫ് ടാസ്ക് ആണ്, അഥവാ എത്ര എണ്ണം സോൾവ് ചെയ്യാൻ കഴിയും. അപ്പൊ ഒന്ന് അതിന്റെ ഡിഫിക്കൽട്ടി ലെവലാണ്, 2 നമ്പർ ഓഫ് ടാസ്കുകളാണ്, 3 ഏരിയ, ടോട്ടൽ നമ്പർ ഓഫ് സിറ്റുവേഷൻ അറ്റ് ഈച്ച് ലെവൽ ടു വിച്ച് ദ ഇൻഡിവിജ്വൽ ഈസ് ഏബിൾ ടു റെസ്പോണ്ട്. എത്ര സിറ്റുവേഷനിൽ ഒരു ഇൻഡിവിജ്വലിന് ഡീൽ ചെയ്യാൻ പറ്റും. 4 സ്പീഡാണ്, ദിസ് ഈസ് ദ റാപ്പിഡിറ്റി വിത്ത് വിച്ച് ആൻ ഇൻഡിവിജ്വൽ ക്യാൻ റെസ്പോണ്ട് ടു ദ ഐറ്റം. എത്ര വേഗത്തിൽ ഒരാൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കുള്ള സിറ്റുവേഷനിൽ ഏതൊക്കെ ഡിഫിക്കൽട്ടി നമുക്ക് പറ്റും, വളരെ ഈസി പറ്റുള്ളൂ, ഭയങ്കര ഡിഫിക്കൽട്ട് പറ്റുമോ എങ്കിൽ നമുക്ക് ഇന്റലിജൻസിൽ വേരിയേഷൻസ് ഉണ്ട്. പിന്നെ നമ്പർ ഓഫ് ടാസ്കുകൾ, ഒരു സമയത്ത് എത്ര ടാസ്ക് എടുക്കാൻ പറ്റും, അതുപോലെ തന്നെ എത്ര സിറ്റുവേഷൻസ് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും, എത്ര സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ 4 ആട്രിബ്യൂട്ട്സ് ഉണ്ട് ഇന്റലിജൻസിൽ എന്നാണ് തൊണ്ടേക്ക് പറയുന്നത്. ലെവൽ, റേഞ്ച്, ഏരിയ, സ്പീഡ്. ഓക്കെ, ഇതിന് എന്തെങ്കിലും ഒരു കോഡോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പഠിക്കണം നല്ലതാണ്. പിന്നെ LREAS. ഓക്കെ, ലെവൽ, റേഞ്ച്, ഏരിയ, സ്പീഡ്. അപ്പോൾ ഇതിലൊക്കെ ഇങ്ങനെ അവരുടെ ഒരു ബേസിക് കോൺസെപ്റ്റ് മാത്രമേ പറയാനുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഇത്ര കുറച്ചിട്ടോ, ബുക്കിൽ ഇതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ തേഴ്സ്റ്റോന്റെ ഗ്രൂപ്പ് ഫാക്ടർ തിയറിയാണ് 4മത്തത്, തേഴ്സ്റ്റോൺസ് ഗ്രൂപ്പ് ഫാക്ടർ തിയറി. സോ അക്കോർഡിംഗ് ടു ദിസ് തിയറി, ഇന്റലിജന്റ് ആക്ടിവിറ്റി ഈസ് ദ എക്സ്പ്രഷൻ ഓഫ് പ്രൈമറി ഓഫ് എ ജനറൽ ഫാക്ടർ. അപ്പൊ ജനറൽ ഫാക്ടറിന്റെ ഒരു എക്സ്പ്രഷൻ ആണ് പിന്നെ ഇന്റലിജൻസ് എന്നാണ് അതിന്റെ ബേസ്. സോ സർട്ടൻ മെന്റൽ ഓപ്പറേഷൻസ് ഹാവ് ഇൻ കോമൺ എ പ്രൈമറി ഫാക്ടർ. ഒരു പ്രൈമറി ഫാക്ടർ ഉണ്ടാകും, അതിന്റെ റിഫ്ലക്ഷൻസ് ആണ്, അതിൽ നിന്നുള്ള സർട്ടൻ മെന്റൽ ഓപ്പറേഷൻസ് ആണ് നടക്കുന്നത് എന്നാണ് ഗ്രൂപ്പ് ഫാക്ടർ തിയറിയിൽ തേഴ്സ്റ്റോൺ പറഞ്ഞു വെക്കുന്നത്. സോ അദ്ദേഹം പറയാണ്, ഇറ്റ് ഗീവ്സ് ദം സൈക്കോളജിക്കൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റി. അങ്ങനെ ഒരു പ്രൈമറി ഫാക്ടർ ഉണ്ടാകും, അതിനെന്ത് ചെയ്യും, നമ്മൾ കുറെ മെന്റൽ ഓപ്പറേഷൻസിലൂടെ ചെയ്യുകയാണ് എന്ന് അദ്ദേഹം പറയാണ്. ഡിഫറൻഷിയേറ്റ് ദം ഫ്രം വൺ മെന്റൽ ഓപ്പറേഷൻ. അപ്പം ഓരോരോ മെന്റൽ ഓപ്പറേഷനും ഓരോരോ ഇന്റലിജൻസിനെയാണ് എന്ത് ചെയ്യണത്, ഡിനോട്ട് ചെയ്യണത്. എന്നാൽ ഒരു പ്രൈമറി ഫാക്ടർ, എല്ലാതിന്റെയും ഒരു കോമൺ ഫാക്ടർ ഉണ്ട്, അതിൽ നിന്ന് മൈന്യൂട്ട് ആയിട്ടുള്ള കുറെ മെന്റൽ ഓപ്പറേഷൻസ് ഉണ്ട് എന്നാണ് തേഴ്സ്റ്റോൺ പറഞ്ഞു വെക്കുന്ന ഒരു തിയറി. അദ്ദേഹം 7 പ്രൈമറി മെന്റൽ എബിലിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏകദേശം ഈ ഒരു പിന്നെ തൊണ്ടേക്കിന്റെ
ആട്രിബ്യൂഷനുമായിട്ട് ഇങ്ങനെ സെയിം ആയിട്ടൊക്കെ വരുന്ന പോലെയാണ് ഉണ്ടാവുക, മാറിപ്പോകരുത്. 7 പ്രൈമറി മെന്റൽ എബിലിറ്റീസ്. ഒന്ന് സ്പേസ് വിഷ്വലൈസേഷൻ ആണ്. ദാറ്റ് മീൻസ് എബിലിറ്റി ടു വിഷ്വലൈസ് ജിയോമെട്രിക് പാറ്റേൺ. നമ്മളെ പാറ്റേൺസ്, ഡയഗ്രാംസ് ഇങ്ങനെയുള്ള സംഭവങ്ങളെ എന്ത് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യാൻ പറ്റുക. ഒരു പാറ്റേൺ കണ്ടാല്, അല്ലെങ്കിൽ റേഷ്യോ കണ്ടാല്, ഗ്രാഫുകൾ കണ്ടാല്, ഇത്തരം സംഭവങ്ങളെ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഒന്ന്. 2 പെർസെപ്ച്വൽ സ്പീഡാണ്. ക്വിക്ക് ആൻഡ് അക്യുറേറ്റ് നോട്ടിംഗ് ഓഫ് ഡീറ്റെയിൽസ്. നമുക്കൊരു കാര്യം കിട്ടിയാൽ എത്ര പെട്ടെന്ന് അതിനെ പെർസീവ് ചെയ്യാൻ പറ്റുന്നു, എന്ത് ചെയ്യാൻ പറ്റുന്നു, സ്റ്റഡീസ് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ അതിന്റെ ഒരു സ്പീഡ് രണ്ടാമത്തെ ഘടകമാണെന്നാണ് പറയുന്നത്. 3 ന്യൂമറിക്കൽ എബിലിറ്റി, അഥവാ അതിന്റെ നമ്പേഴ്സുമായി എത്രത്തോളം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ക്വിക്ക്നെസ് ഇൻ അരിതമെറ്റിക് ആണ്. അതിലെ കാൽക്കുലേഷൻസ്, നമ്പറിങ് എത്രത്തോളം പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. 4 വെർബൽ കോംപ്രഹെൻഷൻ ആണ്. ദാറ്റ് മീൻസ് വേർഡ്, ലാംഗ്വേജിലൂടെ നമുക്ക് എത്രത്തോളം അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. 5 വേർഡ് ഫ്ലുവൻസി ആണ്. എബിലിറ്റി ടു തിങ്ക് ആൻഡ് യൂസ് വേർഡ്സ്. നമ്മുടെ കയ്യിലുള്ള വേർഡ്സിനെ എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റും, നമ്മുടെ പദസമ്പത്തിനെ ഉപയോഗിച്ച് എത്രത്തോളം നമ്മുടെ മെന്റൽ പ്രോസസ്സ് നടത്താൻ പറ്റും. 6 റോട്ട് മെമ്മറി ആണ്. ദാറ്റ് മീൻസ് ഇമ്മീഡിയറ്റ് റീകോൾ, പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നത്. അഥവാ ജസ്റ്റ് ചോദ്യം കേട്ടാൽ അപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയണം. ആ ഒരു മെമ്മറിയാണ് റോട്ട് മെമ്മറി, അഥവാ ഇമ്മീഡിയറ്റ് റീകോൾ ഓഫ് മെറ്റീരിയൽ ലേൺഡ് ആണ്. 7 റീസണിങ് ആണ്. എബിലിറ്റി ടു സീ റിലേഷൻഷിപ്പ് ആണ്. അഥവാ കാര്യകാരണങ്ങൾ, അതിന്റെ യുക്തി, റിലേഷൻ, ബന്ധങ്ങള്, ഇങ്ങനെയുള്ള സംഭവങ്ങളെ കാണാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പം 7 പ്രൈമറി മെന്റൽ എബിലിറ്റീസ് ഉണ്ട് എന്നാണ് തേർസ്റ്റോൺ പറയുന്നത്. സോ ഒരാൾക്ക് എന്ത് ചെയ്യണം, ഒരു കാര്യം കണ്ടാൽ വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം, അതിനെ പെർസീവ് ചെയ്യാൻ പറ്റണം. അതിന്റെ ഒക്കെ സ്പീഡ് അനുസരിച്ച് അവരുടെ ഇന്റലിജൻസ് കൂടും. ഓക്കെ, ദെൻ നമ്പറുമായിട്ട് ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ടാവണം, വെർബൽ കോംപ്രഹെൻഷൻ ഉണ്ടാവണം, വേർഡ് ഫ്ലുവൻസി, മേക്കിംഗ് വേർഡ്സ്, മേക്കിംഗ് സെന്റൻസസ്, അങ്ങനെയുള്ള സംഭവങ്ങൾ. ഈ വേർഡ് ഫ്ലുവൻസിലൊക്കെ നമുക്ക് പറയാൻ പറ്റും. നമുക്കറിയാം, അപ്പൊ എ കൊണ്ട് തുടങ്ങുന്ന ഒരു 10 വാക്ക്, അല്ലെങ്കിൽ എസിൽ അവസാനിക്കുന്ന 4 വാക്കുകൾ പറയാം. ഇങ്ങനെയൊക്കെ ഉള്ളത് പറയുമ്പോൾ അവരെന്ത് ചെയ്യും, ആ ഒരു വേർഡ് ഫ്ലുവൻസിലുള്ള ആളുകൾ പെട്ടെന്ന് അതിന്റെ ആൻസർ പറയും. ദെൻ റോട്ട് മെമ്മറി ആൻഡ് റീസണിങ്. ഇങ്ങനെ 7 പ്രൈമറി മെന്റൽ എബിലിറ്റീസ് ഉണ്ട് എന്നാണ് തേർസ്റ്റോണിന്റെ ഗ്രൂപ്പ് ഫാക്ടർ തിയറിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ തിയറിന്റെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. മറ്റേ തിയറികളുടെ ഒന്നും കോൺട്രിബ്യൂഷൻ ബുക്കിൽ കൊടുത്തില്ല കേട്ടോ. അപ്പൊ ഇത് കൊടുത്തിട്ടുണ്ട്. ഒന്ന്, മോർ ക്ലിയർലി സ്പെസിഫൈഡ് ആൻഡ് ഡിനൈഡ് ടെസ്റ്റ് കാറ്റഗറീസ് ആൻഡ് ടൈപ്സ് ഓഫ് ടെസ്റ്റ് ഐറ്റം ടു ബി ഇൻക്ലൂഡഡ്. അപ്പൊ നമുക്ക് ഇതിൽ കൊടുക്കുക വെച്ചാല് കൂടുതൽ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ജനറലി ഒരു ഇന്റലിജൻസ് മാത്രമല്ല, അതിൽ ഇങ്ങനെ കുറെ വേരിയേഷൻസ് ഉണ്ടല്ലോ. അപ്പൊ ഓരോന്നിനും സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റ് ഐറ്റംസ് വേണമെന്ന് പറയാം. ടെസ്റ്റ് കാറ്റഗറീസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയുന്നത്. അത് ദാറ്റ് ഷാൽ ബി ഇൻക്ലൂഡഡ്, ദാറ്റ് ഷാൽ ബി എമേർജ്ഡ്. അപ്പൊ ഒരു തിയറി ടെസ്റ്റ് കൊണ്ട് മൊത്തം ഇന്റലിജൻസ് അളക്കാൻ പറ്റൂല. കാരണം അതിന് ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. സോ ഓരോന്നിനും പറ്റുന്ന ഇന്റലിജൻസ് അളക്കുന്ന ടെസ്റ്റുകൾ ആവശ്യമാണെന്നുള്ളതാണ് ഒരു കോൺട്രിബ്യൂഷൻ. 2, several test batteries. That means standardized tests have been constructed on the basis of group factor. അപ്പം ഓരോന്നിനും വേണ്ട ടെസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം, കൺസ്ട്രക്ട് ചെയ്യണം. ഓക്കെ, കുറെ കാറ്റഗറീസ് ഉണ്ട്. ആ കാറ്റഗറിക്ക് അനുസരിച്ചുള്ള ടെസ്റ്റുകൾ വേണം. അതിനനുസരിച്ച് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റുകൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടതുണ്ട്. 3, H.E. ഗാരറ്റിന്റെ അഭിപ്രായത്തില് developmental theory in which he argues that with increasing age, abilities differentiate out of general abstract intelligence into relatively independent factors. ഈ ഗാരറ്റിന്റെ ഈ ഒരു തിയറിയുമായി ബന്ധപ്പെട്ട ഒരു വീക്ഷണം മാത്രമാണ് കേട്ടോ ഈ ഒരു കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതേ പറഞ്ഞു വെച്ചാല് ഇൻക്രീസിങ് ഏജ്, അഥവാ നമ്മളിങ്ങനെ ഏജ് ഇൻക്രീസ് കൊടുക്കുമ്പോൾ ഏജ് എബിലിറ്റീസ് ഡിഫറൻഷിയേറ്റ് ഔട്ട് ഓഫ് ജനറൽ അബ്സ്ട്രാക്ട് ഇന്റലിജൻസ്. അഥവാ ഏജ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച്, എബിലിറ്റീസ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഇന്റലിജൻസിൽ എന്തുണ്ടാവും, ഡിഫറൻസസ് ഉണ്ടാവും എന്നുള്ളതാണ്. ഇൻഡിപെൻഡന്റ് ഫാക്ടേഴ്സ് ഇങ്ങനെ കൂടി വരും. അപ്പോൾ ഏജ് കൂടുക, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവുക, ഒരുപാട് എബിലിറ്റീസ് ഉണ്ടാവുക, അതിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മുടെ ഇന്റലിജൻസിന്റെ ഫാക്ടേഴ്സ് മാറിക്കൊണ്ടിരിക്കും എന്നുള്ളൊരു ചെറിയൊരു അഭിപ്രായം. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇനി അതിലെ 5 ഗുൽഫോർഡിന്റെ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട്, ദാറ്റ് മീൻസ് സ്ട്രക്ചർ ഓഫ് ഇന്റലിജൻസ് അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് എന്നുള്ള ഒരു ടേം ആണ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നുണ്ട്, വാട്ട് ഈസ് ദ മൈൻഡ് ഈസ് കമ്പോസ്ഡ് ഓഫ് അറ്റ്ലീസ്റ്റ് 3 മേജർ ഡയമെൻഷൻസ്.
നമ്മുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ അതിന് 3 ഡയമെൻഷൻസ് ഉണ്ട്. നിങ്ങൾ ഈ ഒരു ഭാഗം പഠിക്കുമ്പോൾ ടെക്സ്റ്റിൽ അതിനൊരു ഇമേജ് ഉണ്ട് കേട്ടോ, അതൊന്ന് നോക്കുന്നത് നല്ലതാണ്. അപ്പൊ അദ്ദേഹം പറയണത് മൈൻഡിന് 3 മേജർ ഡയമെൻഷൻ ഉണ്ട്, 3 എന്താ പറയാ ഡയമെൻഷൻ തന്നെ. ദെൻ പ്രോസസ് ഓഫ് ഓപ്പറേഷൻ, മെറ്റീരിയൽ ഓർ കണ്ടന്റ് ഓർ പ്രോഡക്റ്റ്. അപ്പം മൈൻഡിന് നമ്മുടെ മൈൻഡില് 3 തരത്തിലുള്ള എന്തുണ്ട്, സൈഡുകളുണ്ട്, അല്ലെങ്കിൽ ഡയമെൻഷൻസ് ഉണ്ട്. ഒന്ന് അതിന്റെ മെന്റൽ പ്രോസസ് ആണ്, 2 നമ്മുടെ മൈൻഡിലുള്ള കുറെ കണ്ടന്റ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് ആണ്, 3 ഇതിൽ നിന്നൊക്കെയുള്ള പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ 3 ഡയമെൻഷൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതിൽ ഓരോന്നിലും ഇനിയും എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. 6 ഓപ്പറേഷൻസ് നമ്മുടെ മൈൻഡിൽ നടക്കണം, 6 പ്രവർത്തനങ്ങൾ നടക്കണം എന്നുള്ളതാണ്. എന്റെ വോയിസ് ക്ലിയർ ആണല്ലോ അല്ലെ, കേൾക്കുന്നില്ലേ? ഓക്കെ, ഇതിലല്ലേ ഈ 3 ഡയമെൻഷനും ഈ ഓരോ ഡയമെൻഷനിലും വരുന്ന പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ഒരു സൈഡ് പാടുണ്ട്. അപ്പോ 6 ഓപ്പറേഷൻസ് ആണ് നമ്മുടെ മൈൻഡിൽ നടക്കുന്നത്. ഒന്ന് കൊഗ്നിഷൻ ആണ്, ദാറ്റ് മീൻസ് നമ്മുടെ കോംപ്രഹെൻഷൻ, നമ്മുടെ ബുദ്ധിയിലേക്ക് ബുദ്ധി കൊണ്ട് പ്രയോഗിക്കുന്ന കാര്യങ്ങൾ, അഥവാ ഇമ്മീഡിയറ്റ് ഡിസ്കവറി, അവയർനെസ്, കോംപ്രഹെൻഷൻ, അണ്ടർസ്റ്റാൻഡിങ്, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് ഒന്ന്, നമ്മുടെ മൈൻഡിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ്. ഇതനുസരിച്ചാണ് ഇന്റലിജൻസ് എന്നാണ് ഗുൽഫോർഡ് പറയുന്നത് കേട്ടോ. 2 മെമ്മറി റെക്കോർഡിംഗ് ആണ്, ദാറ്റ് മീൻസ് നമ്മുടെ മെമ്മറിയിലേക്ക് പുതിയ നോളജ് റെക്കോർഡ് ചെയ്യുക. അത് ആദ്യം എത്തുന്നത് ഷോർട്ട് ടൈം മെമ്മറിയിലേക്കാണ് എത്തുക. ദെൻ മെമ്മറി റിട്ടൻഷൻ ആണ്, ഷോർട്ട് ടൈം മെമ്മറിയിൽ നിന്ന് ലോങ് ടൈം മെമ്മറിയിലേക്ക് പോകുന്ന ഒരു പ്രോസസ് ഉണ്ട്. ഇത് നമ്മൾ മെമ്മറിന്റെ ഭാഗത്ത് പഠിച്ചതാണ്. പിന്നെ STM LTM എന്നൊക്കെ ഉള്ള ലോങ് ടൈം മെമ്മറിയിലേക്ക് കടക്കുന്ന 3ാമത്തെ കാര്യം. അപ്പൊ ഒന്ന്, ഒരു കാര്യത്തെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, മനസ്സിലാക്കുക. അത് നേരെ എന്ത് ചെയ്യണം, മെമ്മറി റെക്കോർഡിങ്ങിലൂടെ ഷോർട്ട് ടൈം മെമ്മറിയിലേക്ക് എത്തണം. ദെൻ അതിനെ ലോങ് ടൈം മെമ്മറിയിലേക്ക് സേവ് ചെയ്യണം. 4 കൺവേർജന്റ് തിങ്കിങ് ആണ്, ദാറ്റ് മീൻസ് ജനറേഷൻ ഓഫ് ഇൻഫർമേഷൻ ഫ്രം ഗിവൺ ഡാറ്റ, അഥവാ കിട്ടിയ ഡാറ്റയിൽ നിന്ന് കൂടുതൽ അവയർനെസ് കണ്ടെത്തുക, വെറൈറ്റി ചിന്തിക്കുക, പുതിയ പുതിയ അറിവുകളിലേക്ക് നമ്മൾ പോവുക. അതാണ് കൺവേർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത്. അഥവാ ജനറേഷൻ ഓഫ് ഇൻഫർമേഷൻ ഫ്രം ഗിവൺ ഡാറ്റ. നമുക്കൊരു ഡാറ്റ കിട്ടിയാൽ, ഒരു അറിവ് കിട്ടിയാൽ അതിൽ നിന്ന് ഡാറ്റാസിനെ ജനറേറ്റ് ചെയ്യാം. ദെൻ ഡൈവേർജന്റ് തിങ്കിങ് ആണ്, ദാറ്റ് മീൻസ് തിങ്കിങ് ഇൻ ഡിഫറെന്റ് ഡയറക്ഷൻ, അഥവാ വ്യത്യസ്തമായിട്ട് ക്രിയേറ്റീവ് തിങ്കിങ് എന്നൊക്കെ ഡൈവേർജന്റ് തിങ്കിങ്ങിനെ പറയും. വളരെ വ്യത്യസ്തമായിട്ട് ആരും ചിന്തിക്കാത്ത പോലത്തെ ചിന്തിക്കേണ്ടതാണ് ഡൈവേർജന്റ് തിങ്കിങ്. ഓക്കെ, ദെൻ 6 ഇവാലുവേഷൻ ആണ്, ദാറ്റ് മീൻസ് നമുക്ക് നമ്മുടെ മുന്നിൽ വന്ന എല്ലാ സിറ്റുവേഷനും എല്ലാ പ്രോസസ്സിനെയും ഇവാലുവേറ്റ് ചെയ്യാം. ഇങ്ങനെ 6 ഓപ്പറേഷൻസ് പ്രോസസ് ഓഫ് ഓപ്പറേഷൻ എന്നുള്ള ഭാഗത്ത് നടക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ ഏതൊക്കെയാണ്? കൊഗ്നിഷൻ, മെമ്മറി റെക്കോർഡിംഗ്, മെമ്മറി റിട്ടൻഷൻ, കൺവേർജന്റ് തിങ്കിങ്, ഡൈവേർജന്റ് തിങ്കിങ് ആൻഡ് ഇവാലുവേഷൻ. 6 കാര്യങ്ങൾ ഇതിലൂടെ നമ്മുടെ മൈൻഡിൽ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഒറ്റ സെക്കൻഡ്, ലാപ്പ് ഒന്ന് ചാർജ് ചെയ്തോട്ടെ. ഓക്കെ, അപ്പം പ്രോസസ് ഓഫ് ഓപ്പറേഷനിൽ 6 ഓപ്പറേഷൻസ്, 6 പ്രോസസ്സുകൾ ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ദെൻ കണ്ടന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒന്ന് പ്രോസസ് ഓഫ് ഓപ്പറേഷൻ, 2 മെറ്റീരിയൽ ഓർ കണ്ടന്റ്. ഈ കണ്ടന്റില് പിന്നെ 5 കോണ്ടന്റ്സ് ഉണ്ട് എന്നാ പറയുന്നത്. ഒന്ന് വിഷ്വൽ കണ്ടന്റ്, അഥവാ നമ്മൾ കണ്ട അറിവുകള്. 2 ഓഡിറ്ററി കണ്ടന്റ് ആണ്, ദാറ്റ് മീൻസ് നമ്മൾ കേട്ടത്, പെർസീവ് ചെയ്ത, ചെവിയിലൂടെ കേട്ട കണ്ടന്റുകൾ. 3 സിംബോളിക് കണ്ടന്റ് ആണ്, അത് സിംബൽസ് ആണ്, ലെറ്റേഴ്സ് ആൻഡ് അതർ സൈൻസ് ആണ്. 4 സെമാൻറ്റിക് കണ്ടന്റ് ആണ്, ദാറ്റ് മീൻസ് ക്ലിയർ കട്ട് വെർബൽ മീനിങ്, അഥവാ വെർബൽസ്, വേർഡ്സ്, ലാംഗ്വേജ്. 5 ബിഹേവിയർ കണ്ടന്റ് ആണ്, അണ്ടർസ്റ്റാൻഡ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ, അഥവാ നമ്മൾ ബിഹേവിയറൽ ആയിട്ടുള്ള മറ്റൊരാളുടെ അപ്രോച്ച് കണ്ട് നമ്മുടെ മൈൻഡിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ. സോ 5 തരം കണ്ടന്റുകളാണ് നമ്മുടെ മൈൻഡിൽ. എന്താണ് ഈ രണ്ടാമത്തതും നാലാമത്തതും? രണ്ടാമത്തെ ഓഡിറ്ററി, മറ്റേത് ലാംഗ്വേജ്, വെർബലി റിലേറ്റഡ് ടു വെർബൽ വേർഡ്സ്. നമുക്ക് ഒരാള് നമ്മുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു തന്നാല് നമുക്ക് എന്ത് ചെയ്യാം,
അത് അതിന്റെ വേർഡ്സ് മാത്രമല്ല, നമുക്ക് അതിൽ നിന്നൊരു വെന്റൽ ഇമേജ് ഉണ്ടാക്കാം, അതിന്റെ കണക്ഷൻസ് മനസ്സിലാക്കുന്നുണ്ടാവാം. അപ്പൊ കേട്ടുകൊണ്ടുള്ളതൊക്കെ ഓഡിറ്ററി ആണെന്ന് മാത്രം. ഓക്കെ, ഈ വെർബൽ സെമാൻറ്റിക് കണ്ടന്റ് നമുക്ക് കേട്ട് മാത്രമല്ല, ചിലപ്പോൾ കണ്ടിട്ടും അതല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞു നമ്മൾ പഠിച്ചെടുത്തതും വായിച്ചെടുത്തതും ഒക്കെ പലതും ഉണ്ടാവാം. സോ 5 കണ്ടന്റ്സ് ആണ് അതിൽ പറയുന്നത്. ദെൻ പിന്നെ പ്രോഡക്റ്റുകളാണ്. നമുക്ക് 6 പ്രോഡക്റ്റുകൾ ഉണ്ടാകുന്ന പറയണത്. ഒന്ന് എന്താണ്? യൂണിറ്റ്, ക്ലാസസ്, റിലേഷൻ, സിസ്റ്റം, ട്രാൻസ്ഫർമേഷൻ, ഇംപ്ലിക്കേഷൻ. അതിലൊന്ന് യൂണിറ്റ് ആണ്, ഇൻഡിവിജ്വൽ ഐറ്റംസ് ഓഫ് ഇൻഫർമേഷൻ ആണ്. ഓരോരുത്തരുടെയും സ്വന്തം നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ ടേംസ്, നമ്മുടെ ഇൻഫർമേഷൻ ആണ്. 2 ക്ലാസ്സസ് ആണ്, ഗ്രൂപ്പ്സ് ഓർ കാറ്റഗറീസ് ഓഫ് ഐറ്റംസ്. ചിലത് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ, കാറ്റഗറീസ് ആക്കി വെച്ചിട്ടുണ്ടാവും, ഗ്രൂപ്പ്സ് ആക്കി വെച്ചിട്ടുണ്ടാവും. 3 റിലേഷൻ ആണ്, നമ്മൾ കണ്ടതും നമ്മൾ അറിഞ്ഞതുമായുള്ള വസ്തുതകളെ തമ്മിൽ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കും നമ്മളെ മൈൻഡിൽ തന്നെ. നമ്മളായിട്ട് ചെയ്യുന്ന നമ്മുടെ മൈൻഡിന്റെ പ്രോസസ്സുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 4 സിസ്റ്റം ആണ്, ഓർഗനൈസ്ഡ് അറേഞ്ച്മെന്റ്സ് ഓഫ് ഐറ്റംസ്. നമ്മൾ റിലേഷൻസ് കണ്ടെത്തി നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ ഗുഡ് ബാഡ് എന്നോ അല്ലെങ്കിൽ ബെസ്റ്റ് അങ്ങനെയുള്ള പല കാറ്റഗറി ആക്കി നമ്മൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ സിസ്റ്റംസ് ആയിട്ട് നമ്മുടെ മൈൻഡിൽ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കും. 5 ട്രാൻസ്ഫർമേഷൻ ആണ്, അഥവാ ചില അറിവുകൾ എന്ത് ചെയ്യേണ്ടി വരും, മോഡിഫൈ ചെയ്യേണ്ടി വരും, പുതുക്കേണ്ടി വരും, ചിലപ്പോൾ ആൾട്ടർ ചെയ്യേണ്ടി വരാം. 6 ഇംപ്ലിക്കേഷൻ ആണ്, പ്രഡിക്റ്റിംഗ് ഇൻഫറിംഗ് ഔട്ട്കംസ്. നമ്മൾ അത് റിയൽ ലൈഫിലേക്കോ അല്ലെങ്കിൽ റിയൽ സിറ്റുവേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ് ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടെ പറഞ്ഞു മൊത്തം 3 ഡയമെൻഷൻസ് ആണ്: പ്രോസസ് ഓഫ് ഓപ്പറേഷൻ, മെറ്റീരിയൽ ഓർ കണ്ടന്റ് ഓർ പ്രൊഡക്റ്റ് ആൻഡ് പ്രൊഡക്റ്റ്. അതിൽ പ്രോസസ് ഓഫ് ഓപ്പറേഷനിൽ 6 ഓപ്പറേഷൻസിനെ കുറിച്ച് പറഞ്ഞു, ആൻഡ് കണ്ടന്റിൽ 5 കണ്ടന്റുകളെ കുറിച്ച് പറഞ്ഞു, പ്രൊഡക്റ്റുകളിൽ 6 പ്രൊഡക്റ്റുകളെ കുറിച്ച് പറഞ്ഞു. ഇവിടെ ആക്ച്വലി ഇത് മൊത്തം പ്രൊഡക്റ്റ്, മൊത്തം ഇന്റലിജൻസ് അല്ലെങ്കിൽ ഇന്റലക്ട് വരിക 6 × 5 × 6 എന്നുള്ള സംഖ്യയാണ് കേട്ടോ. 6 × 5 × 6 എന്നുള്ളതാണ് ഇതിന് ടോട്ടൽ എമൗണ്ട് ഓഫ് ഇന്റലക്ട് വരിക ഗുൽഫോർഡിന്റെ തിയറി പ്രകാരം. അതിലുള്ള കുറച്ച് എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ ആണ്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ഐഡന്റിഫൈങ് ആൻഡ് ഡിഫൈനിങ് സ്പെസിഫിക് ലേണിംഗ് ഔട്ട്കംസ്. നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ, വിഷ്വൽ കണ്ടന്റ് കുട്ടികൾക്ക് ഉണ്ടാവണം, ഓഡിറ്ററി ഉണ്ടാവണം, സിംബോളിക് ഉണ്ടാവണം, സെമാൻറ്റിക് ഉണ്ടാവണം, ബിഹേവിയർ ഉണ്ടാവണം, അല്ലെ? ഒരുപാട് പ്രൊഡക്റ്റുകൾ, അവരുടെ ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റുകൾ ഉണ്ടാവണം, ഗ്രൂപ്പായിട്ട് ഗ്രൂപ്പ് കോൺസെപ്റ്റുകൾ ഉണ്ടാവണം, റിലേഷൻസ് മനസ്സിലാവണം, സിസ്റ്റം ഉണ്ടാവണം. ഇങ്ങനെ ഇതൊക്കെ ഒരു കുട്ടിന്റെ മനസ്സിലൂടെ അല്ലെങ്കിൽ അവന്റെ മൈൻഡിൽ ഉണ്ടാവേണ്ട കാര്യങ്ങളായതുകൊണ്ട് ഓരോന്നും ഓരോ ലേണിംഗ് ഔട്ട്കം ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഉൾപ്പെടുത്താം. ചിലത് കുട്ടി വിഷ്വലൈസ് ചെയ്താൽ മതി, ചിലത് കുട്ടി റീഡ് ആൻഡ് കോംപ്രഹെൻഡ് ഉണ്ടാവും, ചിലത് പ്രോബ്ലം സോൾവിങ് ഉണ്ടാവും, ചിലത് കണക്ഷൻസ് ഉണ്ടാവും, ചിലത് റിലേഷൻ കണ്ടെത്താനുണ്ടാകും. ഇങ്ങനെ കുട്ടിന്റെ ഓരോ മെന്റൽ എബിലിറ്റിക്ക് അനുസരിച്ചുള്ള ലേണിംഗ് ഔട്ട്കംസ് നമുക്ക് ഡിഫൈൻ ചെയ്യാം എന്നുള്ളതാണ്. 2, the elements relating to convergent and divergent thinking have stimulated interest and investigation. കുട്ടികൾക്ക് ഒരു നോളജ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു അറിവ് കൊടുത്തിട്ട് അതിൽ നിന്ന് അവരോട് കുറച്ചധികം ഉണ്ടാക്കാൻ പറയണം. കൺവേർജന്റ് തിങ്കിങ്. ദെൻ ഡൈവേർജന്റ് ആകുമ്പോൾ കുറച്ചുകൂടി വെറൈറ്റി ആയിട്ട് ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കാൻ പറയണം. അപ്പൊ അങ്ങനെ 2 തരം ചിന്തകൾ എന്ത് ചെയ്യും, കുട്ടികളിൽ ബൂസ്റ്റ് ചെയ്യപ്പെടും. 3, ഹൈ ഡൈവേർജന്റ് തിങ്കിങ് പീപ്പിൾ ആർ ഹൈ ഇൻ ക്രിയേറ്റിവിറ്റി. സോ ഡൈവേർജന്റ് തിങ്കിങ് ഇസ് ഈക്വൽ ടു ക്രിയേറ്റീവ് തിങ്കിങ്. എപ്പോഴും ഈ ഡൈവേർജന്റ് തിങ്കിങ് ഉണ്ടാവണമെങ്കിൽ ഇപ്പൊ നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട്, ഈ ഡൈവേർജന്റ് തിങ്കിങ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു പേന ഉണ്ട്, അല്ലെ? ഇപ്പൊ പേനയുടെ വാട്ട് ആർ ദ യൂസസ് ഓഫ് ദാറ്റ് പെൻ? ആ ഒരു പേനയുടെ ഉപയോഗങ്ങൾ എന്തെല്ലാം ഒന്ന് പറഞ്ഞാണ്. ഈ പേനയുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്ത കുട്ടികളെ നമുക്ക് എറിയാം. ക്ലാസ് ശ്രദ്ധിക്കാത്ത കുട്ടികളെ നമുക്ക് പേന കൊണ്ട് എറിയാം. പിന്നെ പ്രൈമറി യൂസ് ആയിട്ട് എഴുതാം. പ്രൈമറി യൂസ് ചെയ്താം. പിന്നെ നമുക്ക് ഇങ്ങനെ പമ്പരം കറക്കുന്ന മാതിരി ഇങ്ങനെ കറക്കാം. കറക്കാം. ഇനി അടുത്ത ആള് പോയിന്റ് പറയും. പെൻ ഫൈറ്റ് കളിക്കാം. എന്ത് പെൻ ഫൈറ്റ് അല്ലേ? പെൻ ഫൈറ്റ്. നിങ്ങൾ ഫുള്ള് ഡൈവേർജന്റ് തിങ്കിങ് മാത്രമാണല്ലോ, ഈ കൺവേർജന്റ് തിങ്കിങ് ഒന്നും നിങ്ങൾക്കില്ലേ? നല്ല കോലത്തിൽ ആരും ചിന്തിക്കണില്ലല്ലോ. ഓക്കെ, അപ്പൊ പേന കൊണ്ട് എന്തുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോ കൺവേർജന്റ് തിങ്കിങ്ങളെ ആളെ സംബന്ധിച്ച് ആള് പറയും പേന കൊണ്ട് എഴുതാം, ചിത്രം വരക്കാം, പോക്കറ്റിലിടാം, ഷോക്ക് ഗിഫ്റ്റ് കൊടുക്കാം, ഇങ്ങനെയുള്ള കുറെ നല്ല ഉപകാരങ്ങളൊക്കെ പറയും. ഡൈവേർജന്റ് തിങ്കിങ് ആണെങ്കിൽ പറഞ്ഞ പോലെ എറിഞ്ഞ് കണ്ണു പൊട്ടിക്കാം, അല്ലെങ്കിൽ പൂച്ചിനെറിയാം, പിന്നെ അല്ലെ പെൻ ഫൈറ്റ് നടത്താം, ഇങ്ങനെയുള്ള പല ഐറ്റംസ് പറയും. ദെൻ അപ്പം ഇത്തരത്തിലുള്ള കുട്ടികൾക്കൊക്കെ എന്ത് കൊടുക്കണം,
അങ്ങനത്തെ കൺവേർജന്റ് തിങ്കിങ്ങിനും ഡൈവേർജന്റ് തിങ്കിങ്ങിനും ഒക്കെ ഉള്ള ചാൻസസ് കൊടുക്കണം. അതാണ് ഈ ഒരു തിയറിന്റെ ഒരു അപ്ലിക്കേഷൻ. Then high IQ people try to focus on socially acceptable responsive. IQ കൂടിയാല് അവർ സോഷ്യലി ആക്സെപ്റ്റഡ് ആയ കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ സോഷ്യൽ മാറ്റേഴ്സ് എന്താണ്, സോഷ്യൽ കസ്റ്റംസ് എന്താണ്, അത്തരം കാര്യങ്ങൾ കൂടി കുട്ടികളെ പഠിപ്പിക്കണം. കാരണം വെച്ചാൽ IQ കൂടുന്നതിനനുസരിച്ച് അവര് സോഷ്യലി ആക്സെപ്റ്റഡ് ആയ കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ളതാണ് തിയറിയിൽ പറയുന്നത്. ഓക്കെ, റിയൽ ലൈഫിൽ അങ്ങനെ തന്നെയാണോ എന്നുള്ളത് ഒന്ന് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കേണ്ടി വരും. Then ഹൊവാർഡ് ഗാർഡനർ എന്നുള്ളതാണ് കേട്ടോ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. ഹൊവാർഡ് ഗാർഡനർ എന്നുള്ളതാണ്, നേരത്തെ വന്നിട്ടുള്ളത്, ഇനി വരുമായിരിക്കും. സോ ഹി ലിസ്റ്റഡ് 8 ടൈപ്സ് ഓഫ് ഇന്റലിജൻസ്. 8 ബുദ്ധികൾ ഉണ്ടെന്നാണ് ഹൊവാർഡ് ഗാർഡനർ പറയുന്നത്. ഞാൻ പറഞ്ഞു 9 ഇപ്പോൾ നമ്മൾ തിയറിയിലൊക്കെ 9. ഓക്കെ, അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇന്റലിജൻസ് ആസ് മെഷേർഡ് അറ്റ് പ്രസന്റ് ത്രൂ ഇന്റലിജന്റ് ടെസ്റ്റ്. ഇന്റലിജൻസ് അളക്കാൻ ഇന്റലിജന്റ് ടെസ്റ്റുകൾ ഉണ്ട്, അതിലൂടെ അളന്നിട്ട് വേണം ഇന്റലിജൻസ് കണ്ടെത്താൻ, ബുദ്ധി കണ്ടെത്താൻ. അപ്പൊ ഇനി അങ്ങനെ ഒരു കുറച്ച് ഇന്റലിജന്റ് ടെസ്റ്റുകൾ നമുക്ക് പരിചയപ്പെടും, അതിന്റെ പേര് പരിചയപ്പെടും കേട്ടോ. സോ അറ്റംപ്റ്റിംഗ് ടു അസസ് സച്ച് എ വൈഡ് റേഞ്ച് ഓഫ് മെന്റൽ എബിലിറ്റീസ് ബൈ ദ യൂസ് ഓഫ് സിംഗിൾ മെഷർ കോൾഡ് IQ. അങ്ങനെ ഇന്റലിജൻസ് അളന്നാല് നമുക്ക് കിട്ടുന്ന ഒരു സിംഗിൾ മെഷർ ആണ് IQ എന്ന് പറയുന്നത്. എന്താ IQ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫുൾ ഫോം? ഇന്റലിജന്റ് കോഷ്യന്റ്. ഇവിടെ ഹൊവാർഡ് ഗാർഡനറുടെ ഇവിടെ ഗാർഡനേഴ്സ് 8 ടൈപ്സ് ഓഫ് ഇന്റലിജൻസ് ആണ്. അത് ഹൊവാർഡ് ഗാർഡനറുടെ 8 ഇന്റലിജന്റ് ടൈപ്പുകളാണ് കേട്ടോ. ഞാനിത് പറയുമ്പോ ഇത് ജസ്റ്റ് ഒറ്റ സ്ലൈഡിൽ പറയാനുള്ളത് നിങ്ങളെ സിലബസിലുള്ളൂ. ഞങ്ങളുടെ DLED-നൊക്കെ ആണെങ്കിൽ ഈ തിയറി, അതിന്റെ അപ്ലിക്കേഷൻ, അവർക്ക് സ്യൂട്ടബിൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അതെങ്ങനെ ക്ലാസ് റൂമിൽ നമ്മള് ക്ലാസ് റൂം അപ്ലിക്കേഷൻ എന്താണ്, ഇങ്ങനെയുള്ള കുറെ മേഖല പഠിക്കാനുണ്ടാവും. അപ്പോൾ ഈ ഒരു മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി തന്നെ എനിക്ക് തോന്നുന്നത് 1 മണിക്കൂറോ 2 മണിക്കൂറൊക്കെ പഠിക്കാനുള്ള സാധനമുണ്ട്. സോ നമ്മൾ ഒരു 5 മിനിറ്റ് ഇത് പഠിക്കാൻ പോകുന്നത്. ഒന്ന് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ആണ്. ഇവിടെ ഇതിന് പല പേരുകളുണ്ട്. വെർബൽ ഓർ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് അങ്ങനെയും പറയാറുണ്ട് കേട്ടോ. ഭാഷാപരമായ ബുദ്ധി എന്നാണ് ഇതിനർത്ഥം. ഒരാൾക്ക് ലാംഗ്വേജ് പഠിക്കാൻ ഇഷ്ടമാണ്, ലാംഗ്വേജ് ടീച്ചർ ആവാൻ ഇഷ്ടമാണ്, ലാംഗ്വേജിൽ വെർബൽ എബിലിറ്റി കൂടുതലാണ്, എഴുത്തും വായനയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ലൈബ്രറിയോട് താല്പര്യമുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ഉണ്ട് എന്ന് പറയാം. അപ്പോൾ ഈ 8 ബുദ്ധി അല്ലെങ്കിൽ 9 ബുദ്ധിയും എല്ലാവർക്കും ഉണ്ട്, റേഷ്യോ ഡിഫറെന്റ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് കൂടുതലുള്ള ആളുകാരുണ്ടോ? എപ്പോഴും എഴുത്ത്, വായന, ഭാഷ, ഇതിനോടൊക്കെയാണ് താല്പര്യങ്ങൾ. ബാക്കിയുള്ളതൊക്കെ പിന്നീടുള്ളൂ. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇതില്? ഞാൻ അങ്ങനെയാണ് സർ. ആരാണ് ഞാൻ? ഷിബി. സിബി അങ്ങനെയാണോ? ഓക്കെ, നല്ലത് തന്നെയാണ്. എന്നാൽ വെറും ബുക്ക് മാത്രം പോലെ ബുക്ക് വാം വിളിക്കട്ടോ, പുസ്തകപ്പുഴു വിളിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ശരിയാണ്. ഇനി ഇവരുടെ പ്രത്യേകത അറിയാം, ഇവര് എന്തൊരു ഇമോഷൻ, സന്തോഷം വന്നാലും ഓരെന്താ ചെയ്യാറോ, 2 വരി എഴുതുക. സങ്കടം വന്നാലും അതുപോലെ സ്റ്റാറ്റസിൽ ഇങ്ങനെ ആ ഒരു വരികളായി എഴുതി വെച്ചിട്ടുണ്ടാവും. എന്തും ഓർക്ക് ഇടക്കിടക്ക് ഇങ്ങനെ എഴുതാനും എന്തൊക്കെയോ വായിക്കാനൊക്കെ ഭയങ്കര താല്പര്യങ്ങളായിരിക്കും. അതുപോലെ ഹോബീസ് ഒക്കെ അതുമായി റിലേറ്റഡ് ആയിരിക്കും. അവരുടെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ കുറച്ച് എഴുത്തും വായനക്കുള്ള ആളുകളാവാൻ സാധ്യത ഉണ്ട്. ഇവർക്ക് ടീച്ചിങ് നല്ലതാണ്. ടെക്നിക്കൽ സൈഡുകളും അല്ലെങ്കിൽ ചിലപ്പോ അങ്ങനത്തെ ഭാഗങ്ങളിലേക്ക് ഒരു വല്ലാതെ പോകാൻ സാധ്യതയില്ല. കുറച്ച് റിസ്ക് ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങൾ. രണ്ടുള്ളതുണ്ടാവും, ഇല്ല എന്നല്ല, ഇതിൽ ഏതും ഉണ്ടാവാം. ഇനി 2 ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ആണ്, അഥവാ റീസണിങ്ങും ന്യൂമറിക്കൽ സ്കില്ലും ആണ്. എന്ത് കണ്ടാലും അതിന് പിന്നിൽ അതിന്റെ റീസൺ എന്താണ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ കിട്ടും. അതുപോലെ എന്തൊരു പ്രശ്നമെങ്കിലും എങ്ങനെ പരിഹാരം കാണണം, അതുപോലെ തന്നെ ഈ ബന്ധങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി, ഇതൊക്കെ അവർക്ക് ഭയങ്കരമായി ലോജിക്ക് വേഗം കത്തും. ഓക്കെ, റീസണിങ് കപ്പാസിറ്റി അവർക്ക് കൂടുതലായിരിക്കും. ഈ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസിലുള്ള ആളുകൾക്കുള്ള ഏറ്റവും നല്ല സിനിമയിലുള്ള മറ്റേ നമ്മുടെ ട്വിസ്റ്റ് ഒക്കെ കണ്ടുപിടിക്കുന്നത് നമ്മൾ ഏത് ഇന്റലിജൻസിൽ ഉൾപ്പെടുത്താൻ പറ്റും? അത് ലോജിക്കലും മാത്തമാറ്റിക്കലും ഉൾപ്പെടുത്താം. ഇനി അതിൽ വേറെ വരുന്നുണ്ട്. ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് കൂടുതലുള്ള ആൾക്കേ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പ്രൊഫഷൻ ഏതാ? എന്തോ എന്നാലും ഏറ്റവും ബെസ്റ്റ് തോന്നുന്ന ഒരു പ്രൊഫഷൻ എന്താ? ഒറേറ്റർ എന്നാ പറഞ്ഞത്? ഞാൻ കുറെ ഉണ്ടെന്നാ കേട്ടത്. ഓക്കെ, ഒറേറ്റർ ഒക്കെ. ഈ ട്രാൻസ്ലേറ്റർ ഒക്കെ അല്ലേ? എംബസി ഒക്കെ അല്ല? എംബസി, പത്രത്തിന്റെ എഡിറ്റർ ഒക്കെ ഉണ്ടാവില്ലേ?
അങ്ങനത്തെ ആളുകൾക്കൊക്കെ പറ്റും. മാഗസിൻ എഡിറ്റർ, ന്യൂസ് റിപ്പോർട്ടർ, ന്യൂസ് എഡിറ്റർ, ഇങ്ങനത്തെ ആളുകൾക്ക് അത് വേഗം ചെയ്യാൻ പറ്റും. ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ഉള്ള ആളുകളെ കൂടുതൽ എന്താ ചെയ്യേണ്ടത്? IIT പ്രൊഫസർ ആവണം. IIT പോവാം. പിന്നെ സയന്റിസ്റ്റ് ആയിക്കൂടെ? ക്രൈംബ്രാഞ്ചിലും പോവാം. എവിടെ? ഇൻവെസ്റ്റിഗേഷനൊക്കെ പോയിക്കൂടെ? ഇൻവെസ്റ്റിഗേഷൻസിലൊക്കെ പോവാം. പോലീസിലും ഒക്കെ പറ്റും. അതെ അതെ, CBI അല്ലേ പറ്റും. ഇനി 3 സ്പേഷ്യൽ ഇന്റലിജൻസ്, വിഷ്വൽ ഓർ സ്പേഷ്യൽ ഇന്റലിജൻസ് എന്നൊക്കെ അറിയപ്പെടും കേട്ടോ. എക്സ്പേർട്ട് ഇൻ വിഷ്വലൈസേഷൻ ആൻഡ് ആണ് കേട്ടോ. ഈ ആൻഡ് അല്ല, മെറ്റി ആൻഡ് ആണ്. മാനിപ്പുലേഷൻസ് ആണ്. സ്കൾപ്ചേഴ്സ്, എഞ്ചിനീയേഴ്സ്, ഇത്തരം ആളുകൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും? പെർഫോം ചെയ്യാൻ പറ്റും. കാരണം ഒരു മാപ്പ് കണ്ടാൽ ആ ബിൽഡിങ് അല്ലെങ്കിൽ ഒരു നമ്മളൊരു ഡയഗ്രാം കണ്ടാൽ അത് ഫുള്ള് ചെയ്ത പോലെ അല്ലെ, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു വഴി പറഞ്ഞാൽ കൃത്യമായി അവർക്ക് വിഷ്വലൈസ് ചെയ്ത് മെന്റൽ പിക്ചർ ഉണ്ടാക്കി അവിടേക്ക് എത്തുക. ഇങ്ങനെയൊക്കെയുള്ള കുറെ സംഭവങ്ങൾ പറ്റും. ഈ സ്കൾപ്ചേഴ്സ് തന്നെ അറിയില്ലേ, ഈ പ്രതിമകളും ഇതിനൊക്കെ ഉണ്ടാക്കുന്ന ആളുകള്, കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള ആളുകള്, ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ എന്ത് ചെയ്യണം? സ്പേഷ്യൽ ഇന്റലിജൻസ്, വിഷ്വൽ ഓർ സ്പേഷ്യൽ ഇന്റലിജൻസ് നിർബന്ധമാണ്. 4 കിനസ്തെറ്റിക് ഇന്റലിജൻസ് ആണ്. ഇതിന് ശരിക്കും ബോഡിലി കിനസ്തെറ്റിക് ഇന്റലിജൻസ് എന്നൊക്കെയാണ് പറയാറുള്ളത് കേട്ടോ. ഇവിടെ ബോഡി ആൻഡ് മൈൻഡ് ആണ്. ശരീരത്തിനെ ഭയങ്കരമായി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, ശാരീരികമായി പെർഫോം ചെയ്യാൻ പറ്റുന്ന ആളുകൾ. അപ്പൊ അതിലൊരു ഉദാഹരണം സ്പോർട്സ്മാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കളിക്കാരല്ലാതെ കിനസ്തെറ്റിക് ഇന്റലിജൻസ് ഉള്ള ആളുകൾ വേറെ ആരാ? ഡാൻസ് ഒക്കെ ചെയ്യുന്നവര്, ഡാൻസേഴ്സ്. അതേപോലെ ഈ ഇത് കഴിക്കൂലേ, കളരി, കളരി അഥവാ മാർഷൽ ആർട്സ് അല്ലെ, ജിമ്മിൽ പോകുന്നവരുണ്ടാവില്ല സർ? ജിമ്മും പറ്റും. ആൻഡ് 5 മ്യൂസിക്കൽ ഇന്റലിജൻസ് ആണ്. അപ്പൊ ഇതിൽ ശരിക്കും പറയുന്നത് മ്യൂസിക്കൽ ഓർ റിതമിക് ഇന്റലിജൻസ് ആണ് പറയാട്ടോ. നിങ്ങളെ ബുക്കിൽ ഈ ഒരു ടേംസ് കൊടുത്തോണ്ട് ഞാൻ ആഡ് ചെയ്തേ. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ മ്യൂസിക്കൽ ഓർ റിതമിക് ഇന്റലിജൻസ് ഉള്ളതാണ്. അഥവാ സെൻസിറ്റിവിറ്റി ടു സൗണ്ട്, റിതം, ടോണ്, ഈ താളം അല്ലെ, സൗണ്ട്, താളം, ശ്രുതി, ലയം, അങ്ങനത്തെ സംഭവങ്ങളോട് ഭയങ്കര താല്പര്യം. ഇങ്ങനത്തെ ആളുകൾ ആരാവണം? മ്യൂസിഷ്യൻസ്, മ്യൂസിക് ടീച്ചർ, കമ്പോസർ, സിംഗർ, ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ പറ്റും. ദെൻ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണ് 6. എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇന്ററാക്ട് എഫക്റ്റീവ്ലി വിത്ത് അതേഴ്സ്. മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റുക, മറ്റുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക, മറ്റുള്ളവരുമായി നല്ലൊരു റാപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റുക. അതാണ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. പൊളിറ്റീഷ്യൻസിന് പറ്റും. പിന്നെ ആർക്ക് പറ്റുക? പിന്നെ സെയിൽസിലൊക്കെ ഉള്ളവര്, സെയിൽസിലെ ആളുകൾക്ക് പറ്റും. പിന്നെ ഈ HR മാനേജേഴ്സ് ഒക്കെ അത് ഓക്കെ അല്ലേ? ആർക്ക്? ഈ HR മാനേജേഴ്സ് ഒക്കെ ഇല്ലേ, നമുക്ക് ടീമിനെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ടീച്ചേഴ്സിന് പറ്റും, പോലീസിന് ഇതൊക്കെ വേണം അല്ലെ. സയന്റിസ്റ്റിന് ഈ ഒരു ഇന്റർപേഴ്സണൽ ഇന്റലിജൻസിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടാവും? വലിയ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അവരുടെ ജോലിക്ക് നോക്കിയാൽ മതി അല്ലെ. ഗവൺമെന്റിന് ഒരു ഫണ്ടൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ? അതെ അതെ. അപ്പം 7 ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് ആണ് കേട്ടോ. ഇൻട്രാപേഴ്സണൽ എന്ന് പറഞ്ഞാല് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വൺസെൽഫ്. നമ്മൾ നമ്മോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അഥവാ ഒരാൾക്ക് ഇന്റെ സ്കിൽ എന്താണ്, ഇന്റെ അഡ്വാൻറ്റേജ് എന്താണ്, അല്ലെങ്കിൽ ഇന്റെ ലിമിറ്റേഷൻസ് എന്താണ്, അതുപോലെ എന്റെ സിറ്റുവേഷൻ എന്താണ്, ഞാൻ എന്താണ്, എന്റെ ബോഡി എന്താണ്, എന്റെ മൈൻഡ് എന്താണ്, ഇതിനെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവുക. അതാണ് ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്. ഇത്തരം ആളുകൾക്ക് കൃത്യമായ സ്റ്റഡി പ്ലാൻ ഉണ്ടാകും. അവർക്ക് അവരുടെ ടൈം അവർ കൺട്രോൾ ചെയ്യും, മാനേജ് ചെയ്യും. അവരുടെ ലൈഫിനൊരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അവരുടെ ഇഷ്ടങ്ങളനുസരിച്ച് ജീവിക്കുന്നുണ്ടാവും. ഇങ്ങനെയുള്ള ആളുകളാണ് ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്. ഇത് ആർക്കാ വേണ്ടത്? എല്ലാവർക്കും വേണം. എന്നാലും സ്റ്റുഡൻസിന് നിർബന്ധമാണ്. പാരന്റ്സിന് എല്ലാവർക്കും നിർബന്ധമാണ്. ആ കൂട്ടത്തിൽ പാരന്റ്സിന് നിർബന്ധമാക്കാം. ഈ ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് അവന്റെ ലൈഫ് എങ്ങനെയായിരിക്കും? നീട്ടി കൊണ്ടുപോകും. ഒന്നും കൃത്യമായി ചെയ്യൂല. അവനെ കുറിച്ച് അവന് ഒരു ബോധം ഉണ്ടാവില്ല, സ്വന്തം ഇഷ്ടങ്ങളും ഉണ്ടാവില്ല. എന്താ പറഞ്ഞേ? അവരെ പറ്റിയിട്ട് ഒരു കോൺഫിഡൻസ് ആർക്കും ഉണ്ടാവില്ല. അവരെ പറ്റി കോൺഫിഡൻസ് ഉണ്ടാവില്ല, ഒരു വാല്യൂ ഉണ്ടാവില്ല, സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാവില്ല, എയിമും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ദെൻ നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്. നേരത്തെ ഫാത്തിമ പറഞ്ഞ ഒരാൾ പറഞ്ഞല്ലേ,
ആനിമൽ ഡിസ്പെൻസറി നടത്താണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞല്ലോ. അത്തരം ആൾക്കുള്ളതാണ് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്. എബിലിറ്റി ടു റെക്കഗ്നൈസ് ആൻഡ് കാറ്റഗറീസ് നാച്ചുറൽ ഒബ്ജക്ട്സ്. അഥവാ പ്രകൃതിയിലുള്ള കാര്യങ്ങൾ കീപ്പിംഗ് റിലേഷൻ വിത്ത് നാച്ചുർ. എപ്പോഴും പ്രകൃതി, ജീവികള്, പശു, ആട്, പ്രാവ്, ഇങ്ങനെ ചെടികള്, ഇങ്ങനെ നടക്കുന്ന ആളുകളാണ് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്. ഇങ്ങനത്തെ ആളുകളുടെ വീട്ടിൽ ചെന്നാലേ പ്രത്യേക തരം കാഴ്ചകൾ കാണാം. വീട്ടിലുണ്ട് അല്ലേ? ഞാനേ എന്റെ വീട്ടിൽ ഒറ്റ ചെടിയില്ല, മര്യാദക്ക് ഒറ്റ ചെടിയില്ല. പിന്നെ കാരണം എനിക്കും വൈഫിനും ഈ ഇന്റലിജൻസ് കുറവാ. എന്റെ വീട്ടില് ചെടിയുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, മൃഗങ്ങളുണ്ട്. ആ ലൊക്കേഷൻ ആയിക്കോളൂ കേട്ടോ. അയക്കാം. പിന്നെ എന്റെ കൂടെ പണ്ട് വർക്ക് ചെയ്ത ടീച്ചർ ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ കുറെ കാലത്തിന് ശേഷം ഞാനും വൈഫും മോനും കൂടി ഇങ്ങനെ അന്നൊരു കുട്ടിയുള്ളൂ ടീച്ചറെ കാണാൻ പോയി. ടീച്ചർ വീട്ടിൽ എന്ന് വെച്ചാല് പിന്നെ ചെന്ന് കയറുമ്പോ മുറ്റത്തേക്ക് എത്തിയാൽ തന്നെ അവിടെ ഫുള്ള് വള്ളികളാണ്. സിറ്റ് ഔട്ടിൽ നിന്ന് കയറി ഇരിക്കാനുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് പാമ്പ് എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ള പേടിയാണ്. കാരണം ഈ വള്ളികളും ഇലകളും നിറഞ്ഞിട്ട് സിറ്റ് ഔട്ടിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും ഒക്കെ ഈ ചെടികളും വള്ളികളും അങ്ങനെയൊക്കെയാണ്. അകത്ത് കയറി നോക്കുമ്പോ അകത്ത് കുറെ ഈ കുപ്പികളും മറ്റേ ബോട്ടിൽ ആർട്ടും അതിൽ കുറെ ചെടികളും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ ബെഡ്റൂമിൽ നോക്കുമ്പോ കിടക്കയിലുണ്ട് പൂച്ച വളരെ സുഖമായി കിടന്നുറങ്ങുന്നത്. അഥവാ ആ വീട്ടില് ഈ പ്രകൃതിന്ന് ഇല്ലാത്ത ഒരു സ്ഥലമില്ല. അപ്പൊ അങ്ങനത്തെ കുറെ ആളുകളുണ്ട്. ഇവർക്ക് പറ്റുന്ന ജോലി എന്താ? ഫാമൊക്കെ നടത്താം. പിന്നെ ഈ നഴ്സറി അങ്ങനത്തെ സംഭവം നടത്താം. മൃഗഡോക്ടർ ആവാം. ഈ നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ഇല്ലാത്ത ഒരാൾ മൃഗഡോക്ടർ ആയുള്ള അവസ്ഥ വെച്ചേക്കണേ. തിയറി മാത്രം അറിയാം, പ്രാക്ടിക്കൽ ഒന്നും അറിയില്ല. ഒരാൾക്ക് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ഭയങ്കര കൂടുതലാ, പക്ഷെ നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് വളരെ കുറവാ. ആള് മൃഗഡോക്ടറായി എന്തുണ്ടാവുക? മൃഗങ്ങളെ സെർവ് ചെയ്യൂല. പിന്നെ ഇനി 9ാമത്തത് ഇതിൽ പറയാത്തൊരു ഇന്റലിജൻസ് എന്ന് വെച്ചാല് എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് എന്നാണ് പറയാ. എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് അഥവാ ഫിലോസഫിക്കലി ചിന്തിക്കുന്ന ആളുകൾ. എപ്പോഴും സത്യം, ശരി, ദൈവം, വിശ്വാസം, ജീവിതം അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? ഭയങ്കര വിശ്വാസികള്, ദൈവത്തെ കുറിച്ച് ചിന്തിക്കുക, റിലീജിയസ് ആയി നടക്കുക, അവരാണ് എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് ഉള്ള ആളുകൾ കേട്ടോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് ഇല്ലാത്ത ഒരാള് മൗല്യരായി അല്ലെങ്കിൽ മതപണ്ഡിതനായി ഒരു പള്ളിയിലെ ഇമാമായാലും എന്തെങ്കിലും അവസ്ഥ? വൈകാതെ അവിടെ നിന്ന് ഇറങ്ങും. പള്ളി കമ്മിറ്റി വിട്ടുവിടേണ്ടി വരും. എന്തെങ്കിലും പീഡന കേസ് എന്തെങ്കിലും പെടും അല്ലെ? അപ്പം പിന്നെ മ്യൂസിക്കൽ ഇന്റലിജൻസ് ഇല്ലാത്ത ഒരാള് പാട്ട് പാടാൻ സ്റ്റേജിൽ കയറിയാലോ? വൈറലാവും. ഇപ്പൊ അങ്ങനല്ലേ? ഇപ്പൊ അങ്ങനെ വൈറലാവും അല്ലേ? അപ്പം ഇതിലെ ഭയങ്കര രസമാണ്. ഇത് ശരിക്ക് നിങ്ങക്ക് ഇതിൽ ഓരോന്നും ഈ 9 ഇന്റലിജൻസിനെ കുറിച്ച് അറിയണം. അത് നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് അറിയണം, നമ്മുടെ മക്കൾക്ക് എത്രത്തോളം ഉണ്ടെന്ന് അറിയണം. അവർക്ക് ഏത് ഇന്റലിജൻസ് ആണോ കൂടുതൽ, റൈറ്റ്, അതനുസരിച്ചുള്ള പ്രൊഫഷൻക്ക് പോലെ വിടണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ശരിക്കും ഈ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിലേ അതിനൊരു ആപ്പ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് വെറുതെ ഗൂഗിളിൽ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റ് എന്നൊക്കെ അടിച്ചു കൊടുത്താൽ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, ഒരു ആപ്പ്. ആപ്പില് കുറെ ഒരു 120 അത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസിന് കറക്റ്റ് ആൻസർ ചെയ്താൽ ഓരോ ഇന്റലിജൻസും എത്ര ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അസസ് ചെയ്യാൻ പറ്റുമേ. സാറിന് എത്ര മാർക്ക് കിട്ടി? പറഞ്ഞില്ല. അല്ല, ആപ്പ് വർക്കിംഗ് ആണോ അല്ലോ എന്ന് മനസ്സിലാക്കണ്ടേ? ഞാൻ അതിന്റെ ഫുള്ള് ചെയ്തിട്ടില്ല. ഫുള്ള് ചെയ്യാനുള്ള ക്ഷമ എനിക്ക് ഉണ്ടായില്ല. അപ്പൊ ആപ്പ് വർക്കിംഗ് അല്ല. ഞാൻ ചെയ്ത് നോക്കിയെടുത്തോളം ശരിയാണ്. റിസൾട്ട് ഞാൻ നോക്കിയപ്പോൾ റെഡിയാണ്. അപ്പൊ നമ്മളൊന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഓക്കെ. ഇനി ഇതിന്റെ ഒരു ജസ്റ്റ് ഒരു ഇംപ്ലിക്കേഷൻ പോലെ, എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻ പോലെ പറഞ്ഞതാണ്. സ്കൂൾ സിസ്റ്റം ഗീവ്സ് ഇമ്പോർട്ടൻസ് ടു ലിംഗ്വിസ്റ്റിക് ആൻഡ് ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. സ്കൂളില് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ലിംഗ്വിസ്റ്റിക്കും ലോജിക്കൽ മാത്തമാറ്റിക് ഇന്റലിജൻസും ആണ് അത്രേ. സ്കൂളിൽ സ്പേഷ്യൽ ഇന്റലിജൻസിലുള്ള പ്രാക്ടീസ് കുറവാണ്. കിനസ്തെറ്റിക് ഓർ ബോഡിലി ഇന്റലിജൻസ് ഉള്ളത് കുറവാണ്. മ്യൂസിക്കൽ ഇന്റലിജൻസിന് കുറവാണ്. ഇതിനൊക്കെ ഒരു പീരീഡ് ഒക്കെ ഉള്ളൂ, ആഴ്ചയിൽ ഒരു പീരീഡ് അല്ലെ. ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഒന്നും പീരീഡിനില്ല, ഇൻട്രാപേഴ്സണൽ ഇല്ല,
നാച്ചുറലിസ്റ്റിക് ഒന്നുമില്ല, ഇടയ്ക്ക് ഒരു ടൂർ പോയാലായി, വേറെ ഒന്നുമില്ല. ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് വളരെ പ്രൊമോട്ട് ചെയ്യാണ്, ലോജിക്കൽ മാത്തമാറ്റിക്കലും കുറെ പ്രൊമോട്ട് ചെയ്യാണെന്നാണ് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ടേക്ക് ഈക്വൽ ഇൻട്രസ്റ്റ് ഓൺ ഓൾ അതർ ഇന്റലിജൻസ്. ശരിക്കും സ്കൂളിൽ എല്ലാതും കുട്ടികൾക്ക് പ്രൊമോട്ട് ചെയ്യണം, കാരണം എല്ലാതും നമുക്ക് വളരെ അത്യാവശ്യമാണെന്നാണ് പറയുന്നത്. വി ഷുഡ് ബ്രിങ് റെവല്യൂഷണറി ചേഞ്ച് ഇൻ അക്കാഡമിക് ഫീൽഡ്. അപ്പം ഇപ്പൊ കുറേം കൂടി ഒക്കെ നമ്മൾ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആകുമ്പോൾ കൺസ്ട്രക്റ്റീവ് മെത്തേഡിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി ഒക്കെ മെച്ചുണ്ട് എന്ന് പറയാം, പക്ഷെ ഫുൾ ആയിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മളെ തൽക്കാലം ഈ ഒരു ഇതിൽ നിർത്തുകയാണ് കേട്ടോ. സമയം കുറച്ചായി, ഞാൻ ഇന്ന് കുറച്ച് ടയർഡുമാണ്. പിന്നെ ഇനി മെഷർമെന്റ് ഓഫ് ഇന്റലിജൻസ് ആണ് അടുത്ത ക്ലാസ്സിൽ പറയാം. അതിൽ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റുകൾ പറയാനുണ്ട്, മെന്റൽ ഏജ്, അതുപോലെ തന്നെ IQ, വെസ്ലറുടെ ഇന്റലിജൻസ് സ്കെയില്, അതുപോലെ തന്നെ ക്ലാസ് റൂം സ്ട്രാറ്റജികൾ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. കുറച്ചധികം ഉണ്ട്, ഏകദേശം ഒരു പകുതി നമ്മളായിട്ടുള്ളൂ. പകുതി ആയോ എന്നറിയില്ല, ഒരു 45 or 50 ഒക്കെ അതിന്റെ അടുത്തായിട്ടുണ്ടാവുള്ളൂ. സോ എനിവേ നമ്മൾ ഇന്നത്തെ ക്ലാസ് കൂടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ അടുത്ത ദിവസം നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യും. അപ്പം ഇനി ഇന്റലിജന്റ് ടെസ്റ്റുകളും അതുപോലെ തന്നെ ഉള്ള കുറച്ച് കാര്യങ്ങളിലേക്കാണ് അടുത്ത ക്ലാസ്സുകളിൽ പോവുക. സോ സമയത്തിന് എല്ലാവരും കൃത്യസമയത്ത് ഓൺലൈനിൽ തന്നെ വരാൻ ശ്രമിക്കുക. ഇന്റലിജൻസ് നമുക്കുണ്ടോ ഇല്ലേ, എത്രത്തോളം നമുക്കതുണ്ട്, ഇനി അടുത്തത് നമ്മളത് മെഷർ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ കുറച്ച് ബേസിക് ഒക്കെ വരുന്നുണ്ട്. എനിവേ ഇന്റലിജന്റ് ടെസ്റ്റുകൾ ഉണ്ട്, ആ ടെസ്റ്റുകളൊക്കെ ചെയ്ത് ശരിക്ക് നമ്മുടെ പ്രൊഫഷൻ ബിൽഡപ്പ് ചെയ്യേണ്ടതാണ്. ഇനി അടുത്തൊരു ജനറേഷനിൽ അല്ലെങ്കിൽ അടുത്തൊരു കാലഘട്ടത്തിലൊക്കെ ഈ IQ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടായിരിക്കും കുട്ടികൾ അവരുടെ ഭാവി തിരഞ്ഞെടുക്കുന്നുണ്ടാവുക. ഇപ്പോഴും അങ്ങനെ ചെയ്യുന്ന കുറെ സ്ഥാപനങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കുറച്ച് കോസ്റ്റ്ലി ആണ് എങ്കിലും. സോ നമ്മൾ ഇന്ന് പഠിച്ച ആ ഒരു ഇന്റലിജൻസിന്റെ ഭാഗങ്ങൾ വളരെ പക്കായിട്ട് വെക്കുക, ലൈഫിക്ക് ഇംപ്ലിക്കേഷൻ ഉള്ളതാണ്, അതുകൊണ്ട് അതിൽ ശ്രദ്ധിക്കുക. ഇത്രേ പറയാനുള്ളത്. സോ ലെറ്റ് മീ വൈൻഡ് അപ്പ് ടുഡേയ്സ് ക്ലാസ്. Thank you for listening me and cooperating. Thank you for your cooperation and voluntary attention and active participation. Okay, thank you.